So, good evening to all of you. നമ്മുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളൊക്കെ വീടിനുള്ളിൽ തന്നെ ഒതുങ്ങിയിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ഒരു പുതിയ ഒരു 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 ബിസിനസ് പ്രപ്പോസൽ അല്ലെങ്കിൽ പുതിയ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഏവർക്കും പരിചയപ്പെടുത്തുവാനും മനസ്സിലാക്കുവാനുമുള്ള ഒരു ഒരു കൂടിച്ചേരൽ മാത്രമാണിത്. അപ്പൊ ഇതിൽ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തത് കൊണ്ട് നിങ്ങൾ എല്ലാവരും ഗ്ലോബൽ ഗാർണറിന്റെ പാർട്ട്നേഴ്സ് ആവുക അല്ലെങ്കിൽ ഗ്ലോബൽ ഗാർണറിന്റെ ഭാഗമാകുക എന്നുള്ള നിർബന്ധമൊന്നുമില്ല. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, നമ്മൾ എന്താണ് ഈ ഗ്ലോബൽ ഗാർണർ എന്നുള്ള ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. എനിക്ക് തോന്നുന്നത് നമുക്ക് ഇന്ത്യയിൽ ഒരുപക്ഷെ ലോകത്തിൽ തന്നെ നമ്മളെ പരിചയപ്പെടാത്ത, നമ്മൾ ഇതുവരെ മനസ്സിലാക്കാത്ത, ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ബിസിനസ് കോൺസെപ്റ്റ് ആണ് ഗ്ലോബൽ ഗാർണർ. ഒരുപക്ഷെ ഞാനൊക്കെ ഇതിന്റെ ഭാഗമാകാൻ തീരുമാനിച്ചത് അത് എന്താണെന്ന് മനസ്സിലാക്കിയ അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ കണ്ടുകൊണ്ട്. സത്യം പറഞ്ഞാല് ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഗ്ലോബൽ ഗാർണറിൻ്റെത്. ഞാൻ എന്തായാലും അതിന്റെ ഒരുപാട് ആമുഖങ്ങളൊന്നും പറയുന്നില്ല. കാരണം നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം ഇതിന്റെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രോഗ്രാം, ട്രെയിനിങ് പ്രോഗ്രാം മലയാളത്തിൽ നടത്തുവാനായിട്ട് നമ്മുടെ മുന്നിൽ പരിശീലകരില്ലായിരുന്നു. അതിന്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ ഇത്രയും ദിവസം ചെറിയൊരു ലാഗ് വന്നത്. കുറെ പേര് കാസർഗോഡൊക്കെ ടീം ഫോം ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി. പിന്നെ കോഴിക്കോടും പാലക്കാടും അതുപോലെ തന്നെ എറണാകുളത്തും തൃശ്ശൂരും പല ഭാഗങ്ങളിലായിട്ട് നമ്മുടെ ഒരുപാട് പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ എന്താണ് ഗ്ലോബൽ ഗാർണർ എന്നുള്ളത് ശരിയായി മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു ടീമിൽ കൈകോർക്കുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു രീതി. ദയവ് ചെയ്ത് പുതിയതായിട്ട് എൻ്റർ ചെയ്തിട്ടുള്ള ആൾക്കാരും ഒന്ന് മ്യൂട്ട് ചെയ്യുക. സജിത് മാധവൻ ഒന്ന് മ്യൂട്ട് ചെയ്യുക. വേറെ ആരോ ഇർഷാദ് ഒന്ന് മ്യൂട്ട് ചെയ്യുക. ഇവിടെ ചൈന ഉറങ്ങായിരുന്നു, ഞാൻ ഉറങ്ങി വെച്ച് കുറച്ചേരം കിടന്നു. സന്തോഷ് സണ്ണി ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? സന്തോഷ് സണ്ണി ഓഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. ഓക്കെ, താങ്ക് യു. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രോഗ്രാമിന്റെ ഒരു ഉദ്ദേശം എന്നുള്ളത് ഗ്ലോബൽ ഗാർണർ എന്ന് പറയുന്ന ഈ ഒരു സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ അത് വല്ലാത്ത ഒരുപാട് നേരം ഇപ്പൊ നമ്മളൊരു ബിസിനസ് ട്രെയിനിങ്, ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രോഗ്രാം നമ്മൾ നേരിട്ട് നടത്തുന്ന പോലെയല്ല ഒരു ഓൺലൈൻ പ്രോഗ്രാം. അപ്പൊ അതിന് ഒരു മണിക്കൂറിനൊക്കെ കൂടുതൽ പോവുകയാണെങ്കിൽ നമുക്കും കുറച്ച് അതിന് പൂർണ്ണമായിട്ടും ഏറ്റവും എന്താ പറയാ ഇൻ ഡെപ്ത് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇത് പറഞ്ഞു തരികയും അതുപോലെ തന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയുവാൻ സാധിക്കുകയും ചെയ്യുന്ന അതിന് കഴിവുള്ള അതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഗ്ലോബൽ ഗാർണറിന്റെ തന്നെ ഭാഗമായിട്ടുള്ള കൊച്ചിയിൽ നിന്നുള്ള ശ്രീ മനോജ് ഗോവിന്ദാണ് ഇന്ന് നമ്മളുടെ ഈ ഒരു BOP നടത്തുവാനായിട്ട് നമ്മളോടൊപ്പം എത്തിയിട്ടുള്ളത്. അതിനു മുൻപ് 2 വാക്ക് ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുൻപ് ലെറ്റ് മി റിക്വസ്റ്റ് അവർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസ് CEO Mr. Vikas Rawat is here. We are very happy that he is here for our first Malayalam, exclusive Malayalam BOP. പൂർണ്ണമായി മലയാളത്തിൽ നടത്തുന്ന ഒരു BOP-യിൽ അദ്ദേഹം ഇവിടെ സന്നിഹിതനായതിനുള്ള സന്തോഷം പങ്കുവയ്ക്കാണ്. Over to Vikas ji to speak a few words to start with. Okay, I think first of all, congratulations on your first this BOP, and I think it is going to be very good. Almost I guess 60 people have joined you, so it is really good. And of course, please understand about Global Garner because this is something really new. It will require a lot of training from our side to you all. Whatever doubts you have, I think you should clear those doubts, because again I'll say it is one of its kind, so there are no comparison portals, because upfront people think that it's an online shopping platform or something else, but it's totally a sales platform. And how we are evolving, how we are using the world's sales to benefit every segment of society is the thing that you will love about it. The more you learn about it, I think more you will keep on loving about things about us. So I think without taking much of the time, I think you should all start, and I'll be there if there would be any query that is not answered by Santosh Bhai or our trainer, so I'll be there to help. Thank you Vikas ji for your presence, and that gives us a lot of strength to move ahead. അപ്പോൾ ഇനി അധികം മുഖവരകളില്ലാതെ ഞാൻ ഇന്നത്തെ നമ്മുടെ ഫെസിലിറ്റേറ്റർ മനോജ് ഭായിക്ക് ഈ വിർച്വൽ ഫ്ലോർ ഹാൻഡ് ഓവർ ചെയ്യുകയാണ്.
Over to you, Manoj Bhai, to handle the session. Thank you very much, Santosh Bhai. Namaste all. Okay, especially to Mr. Vikas Rawat, because I spent 2 days with him at Ahmedabad. It was a very surprising, very big opportunity. ഇപ്പൊ ഞാൻ അന്ന് കേട്ട കാര്യങ്ങളും അതിനെ തുടർന്ന് ഇവിടെ ഉണ്ടാവാൻ പോകുന്ന ബിസിനസ്സിൽ ഉണ്ടാവാൻ പോകുന്ന വലിയൊരു സീ ചേഞ്ച്. സന്തോഷ് ഭായി പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു ദിവസം ഇരുന്നാൽ പോലും നമുക്ക് കൂടുതൽ സംശയങ്ങളിലേക്ക് വരുന്ന സംശയങ്ങളല്ല. കാരണം മനസ്സിനകത്തേക്ക് ബിസിനസ് ഐഡിയ ഉള്ളവർക്ക് വീണ്ടും ബിസിനസ്സിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസന്റേഷൻ ആണിത്. അപ്പോ പരമാവധി നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രോഗ്രാം. കാരണം ഇവിടെ ഇതിന്റെ ഫൗണ്ടർ ആൻഡ് ഫാദർ ഓഫ് ഗ്ലോബൽ ഗാർണർ ഈസ് ഹിയർ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ചോദിക്കാം. ഒപ്പം തന്നെ എവറിഥിങ് ഈസ് ക്രിസ്റ്റൽ ക്ലിയർ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഒരു കാര്യവും ഒരു കാരണങ്ങളും മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം അല്ല. എവറിഥിങ് ഈസ് പബ്ലിഷ്ഡ് ഇൻ അവർ വെബ്സൈറ്റ്. യൂട്യൂബ് അദ്ദേഹത്തിന്റെ ഒരു 10ഓ 15ഓ തന്നെയുണ്ട്. അപ്പൊ ഞാൻ പ്രോഗ്രാമിലേക്ക് കിടക്കുകയാണ്. അപ്പൊ നമുക്ക് ഓരോ സ്ലൈഡുകളായിട്ട് പതുക്കെ പോകാം. മക്കളെ സന്തോഷ് ഭായി കാണാമല്ലോ അല്ലേ? കാണാം. ഓക്കെ. അപ്പോ വെൽക്കം നമ്മളുടെ പ്രോഗ്രാമിലേക്ക്. നമ്മളുടെ ഗ്ലോബൽ ഗാർഡനർ സെയിൽസ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ എംപവർ പീപ്പിൾ എന്ന് പറയുന്ന ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 2016 തുടങ്ങുകയും 2017 ആപ്പ് ഇതിന്റെ ലോഞ്ച് ചെയ്യുകയും ഒപ്പം ഗ്രോസ് മെർക്കന്റൈൽ 120 കമ്പനി ഇന്ന് എത്തിച്ചേർന്ന് നിൽക്കുന്നത് 216 കോടിയിലേക്കാണ്. അപ്പോ അത് ഇന്ത്യയിലെ തന്നെ പ്രമുഖമായ പാൻതോ ക്യാപിറ്റൽ അഡ്വൈസറി പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് നമ്മുടെ വാല്യുവേഷൻ ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. വികാസ് റാവത്ത് അദ്ദേഹം പലപ്പോഴായി മേടിച്ചിട്ടുള്ള അവാർഡുകളാണ് ഇദ്ദേഹം. ഒന്ന് യങ് അച്ചീവർ അവാർഡ് 2018 ഗുജറാത്തിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടി. സി ബിസിനസ് ലീഡേഴ്സ് അവാർഡാണ് അദ്ദേഹത്തിന് ചീഫ് മിനിസ്റ്റർ ഓഫ് MP-യിൽ നിന്ന് ശ്രീ ശിവരാജ് സിംഗ് ചൗഹാനിൽ നിന്നും 2018 കിട്ടിയത്. കാരണം ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇതുകൊണ്ട് ഉണ്ടായ ഏറ്റവും വലിയൊരു അത്ഭുതം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ രംഗത്തുണ്ടായത് ഇദ്ദേഹത്തിന്റെ വളർച്ച കണ്ടതുകൊണ്ട് മാത്രമാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പ് അദ്ദേഹവുമായിട്ട് ഗ്ലോബൽ ഗാർണർ എന്ന് പറയുന്ന ഈ കമ്പനിയുമായിട്ട് ജോയിൻ ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നത്. അവർ നമ്മളുടെ ഒരു ഇൻവെസ്റ്റർ ആണ് ടൈംസ് ഓഫ് ഇന്ത്യ. കാരണം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും പ്രമുഖരായ ഈ പറയുന്ന ടൈംസ് ഓഫ് ഇന്ത്യ നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത്രമാത്രം മുന്നോട്ടേക്ക് നമ്മൾ പോയിരിക്കുന്നു. അപ്പൊ ഇവിടെ കോപ്പിറൈറ്റ് ഉള്ള പ്രോഗ്രാമാണ്. നമ്മള് ഫെബ്രുവരി 16 മുതൽ അതിന്റെ കോപ്പിറൈറ്റിന് അപ്ലൈ ചെയ്തു. 2017 കിട്ടി. അപ്പൊ ഇതില് പ്രോസസ്സാണ് നമ്മൾ കോപ്പിറൈറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 150 രാജ്യങ്ങളിൽ ഇതിന്റെ കോപ്പിറൈറ്റിന് അപ്ലൈ ചെയ്തിട്ടുള്ളതും കിട്ടിയിട്ടുള്ളതുമാണ്. വ്യത്യസ്തമാർന്ന ഒരു കോർ കൺസെപ്റ്റ് ആണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയുന്നു എന്ന് മാത്രം. ഗ്ലോബൽ ഗാർണർ എന്നുള്ളത് പലപ്പോഴും നമ്മൾ ചിലപ്പോൾ പറയാൻ പോകുന്നത് GG എന്ന പേരിലായിരിക്കും. നോട്ട് ഡൗൺ, GG എന്ന പേരിലായിരിക്കും ഗ്ലോബൽ ഗാർണർ എന്നുള്ളത് പറയുക. ഇതിലൊപ്പം തന്നെ നമ്മൾ യൂപോസ് എന്നുള്ള പദം വരും. അപ്പൊ യൂപോസ് മറക്കരുത്, ഒന്ന് എഴുതി വെച്ചേക്കുക. യൂണിവേഴ്സൽ പോയിന്റ് ഓഫ് സെയിൽസ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ UPV എന്നുള്ള ഒരു കൺസെപ്റ്റും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. യൂസേഴ്സ് പർച്ചേസ് വാല്യൂ. ഈ 3 കാര്യങ്ങളൊന്നും മനസ്സിലേക്ക് വെച്ചേക്കണം. പിന്നെ ഒപ്പം തന്നെ നമ്മൾ GG മണി എന്നുള്ള പേരിൽ വരുന്നു. അപ്പൊ ഇതൊക്കെ നമ്മളുടേതായ പദപ്രയോഗങ്ങളും നമ്മുടെ കമ്പനിയുടേതായ ഇതിൽ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളാണ്. കൺഫ്യൂസ്ഡ് ആവരുത്, അത് ആദ്യമേ തന്നെ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ കമ്പനിയുടെ വിഷൻ ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. നമുക്ക് 21,000 എന്റർപ്രണേഴ്സിനെ 2002 ആവുമ്പോഴേക്കും നമുക്ക് 7,20,000 സസ്റ്റൈനബിൾ ജോബ് ഓപ്പർച്യൂണിറ്റീസും 3,60,000 ഡിജിറ്റലി എംപവേർഡ് വെണ്ടേഴ്സും. ഇതാണ് നമ്മുടെ വിഷൻ. ഒപ്പം നമ്മുടെ ഒത്താണ് ഈ കാണിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെ നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. എന്താണ് വാട്ട് ഈസ് ഗ്ലോബൽ ഗാർണർ?
എന്റെ ഈ ഒരു പ്രസന്റേഷന് ശേഷം എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾക്ക് സംശയം തോന്നുകയാണെങ്കിൽ www.globalgardener.com തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകാവുന്നതും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നോക്കാവുന്നതും. വേൾഡിലെ ആദ്യത്തെ, അതാണ് നമ്മളെ കുറിച്ച് പറയാനുള്ളത്, വേൾഡിലെ ആദ്യത്തെ പോസ്റ്റ് പെയ്ഡ് സെയിൽസ് സർവീസ് പ്രൊവൈഡർ ആണ് ബോത്ത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ. നമ്മൾ ഓൺലൈനിലും ഓഫ്ലൈനിലും വേൾഡിലെ ലോകത്തിലെ ആദ്യത്തെ പോസ്റ്റ് പെയ്ഡ് സെയിൽസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആദ്യത്തെ കമ്പനി. ഒരു യൂണിവേഴ്സൽ ആപ്പോട് കൂടി ഏകദേശം 20 കോടിയോളം പ്രൊഡക്ട്സും സർവീസും സെൽഫ് സസ്റ്റൈനബിൾ സെയിൽസ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സസ്റ്റൈനബിൾ ആയിട്ട് സെൽഫായിട്ട് ആരുടെയും പുഷ് ചെയ്യാതെ തന്നെ സസ്റ്റൈനബിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സെയിൽസ് എക്കോസിസ്റ്റം കൊണ്ടുവന്ന കമ്പനി. ഒപ്പം തന്നെ വേൾഡിലെ ഏറ്റവും വലിയ ഇന്റർ എക്സ്ചേഞ്ച് ഓഫ് ബിസിനസ് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും കൈമാറുന്ന ഏറ്റവും ആദ്യത്തെ പ്ലാറ്റ്ഫോം. കൂടാതെ ഗ്യാരണ്ടി ആയിക്കൊണ്ട് 2% മുതൽ 100% വരെ ക്യാഷ് ബാക്കും റിവാർഡ്സും എല്ലാ യൂസേഴ്സിനും സിസ്റ്റമാറ്റിക് ക്യാഷ് ബാക്ക് വഴി പ്രദാനം ചെയ്യുന്ന ആദ്യത്തെ കമ്പനി. ഒപ്പം തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി കൊടുക്കുന്നു. 10,000 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ 1 കോടി രൂപയോളം ഈ സ്പെൻഡ് ചെയ്യുന്ന വ്യക്തിക്ക് കിട്ടുവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി കൊടുക്കുന്ന ലോകത്തിലെ ആദ്യത്തെ കമ്പനി. അതാണ് ഗ്ലോബൽ ഗാർഡനർ. ഇതിന്റെ പ്രത്യേകതകൾ: ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ. സാധാരണ ഇന്നത്തെ കാലഘട്ടത്തില് എല്ലാ കമ്പനികളും ഉദ്ദേശിക്കുന്നത് മിഡിൽ മാനെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണെങ്കിൽ ഗ്ലോബൽ ഗാർഡനർ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു മിഡിൽ മാനിലൂടെ എങ്ങനെ നമുക്ക് ബിസിനസിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. കാരണം ഒരു സൈഡില് വെണ്ടേഴ്സും ബ്രാൻഡ്സും നിൽക്കുന്നു, മറു സൈഡില് കസ്റ്റമേഴ്സ് നിൽക്കുന്നു. ഈ കസ്റ്റമേഴ്സിനിടയിൽ മിഡിൽ മാൻ ആയിട്ട് നമ്മളുടെ ഗ്ലോബൽ ഗാർഡനർ അവതരിക്കും. അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു പ്രത്യേകത. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും മിഡിൽ മാനെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മിഡിൽ മാനിലൂടെ ഈ ബിസിനസ് എങ്ങനെ കൊണ്ടുവരാം, ഇതാണ് നമ്മൾ ഉയർത്തുന്ന പ്ലാറ്റ്ഫോം. അപ്പോ ഒരു വെണ്ടറും അല്ലെങ്കിൽ ഒരു ബിസിനസ്മാന്റെ ഹർഡിൽസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാവുന്ന പോലെ പ്രീപെയ്ഡ് സർവീസ് ആണ്. അവിടെ സംഭവം ചെക്ക് എഴുതി ഒപ്പിട്ടതിന് ശേഷമാണ് ഇവരുടെ കയ്യിലേക്ക് കാര്യങ്ങൾ കിട്ടുന്നത്. അത് കിട്ടിയോണ്ട് കാര്യമില്ല, അവിടെ കോമ്പറ്റീഷൻ അതിജീവിക്കാൻ അവർക്ക് പറ്റണം. ഒപ്പം തന്നെ അവിടെ തന്നെ പ്രത്യേകിച്ച് ഒരു റിവാർഡ് സ്ട്രക്ചർ അവിടെ പ്രത്യേകിച്ചൊന്നും ഈ വെണ്ടേഴ്സിന് വേണ്ടി ഇല്ല. എടുത്തു പറയേണ്ട തരത്തിലുള്ള റിവാർഡ് സ്ട്രക്ചർ ഒന്നുമില്ല. ഒപ്പം തന്നെ ഹൈ അക്വിസിഷൻ കോസ്റ്റ് ആണ്. കാരണം ഒരു ബിസിനസ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മൾക്കിടയിലുള്ള ആൾക്കാർക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു ബിസിനസ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഹൈ അക്വിസിഷൻ കോസ്റ്റ്. ഇതിലൂടെയാണ് ഒരു വെണ്ടർ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പല ഭാഷയിലൊക്കെ നമുക്കിത് പറയാമെങ്കിലും ഇത്തരം ഒരു 4 കാര്യങ്ങൾ അവരെ എന്താ പറയാ ഏറ്റവും കൂടുതൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു 4 കാര്യം. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് എങ്ങനെ നമുക്ക് ഇതൊന്നുകൂടെ ലളിതമാക്കാം. സെയിൽസിന് വേണ്ടി നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സെയിൽസിന് വേണ്ടി ചെയ്തു കൊടുക്കാം. നമ്മളിവിടെ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള എന്താ പറയാ ക്ലാസ്സുകൾ നമുക്ക് എടുത്തു കൊടുക്കുന്നു. മാർക്കറ്റിങ്ങിന് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ കൊടുക്കുന്നു. അല്ലെങ്കിൽ ബ്രാൻഡിങ്ങിന് വേണ്ടി നമ്മൾ ഒരുപാട് പൈസ മുടക്കിക്കൊണ്ട് ബ്രാൻഡിങ്ങിന് വേണ്ടി അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നു. കൺസൾട്ടിങ്ങിലൂടെ നമ്മളുടെ സെയിൽസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കൺസൾട്ടിങ് നമ്മൾ കൊടുക്കുന്നു. ഇതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നു. ഒപ്പം തന്നെ പെയ്ഡ് ലിസ്റ്റിംഗ് ഒക്കെ നമ്മൾ ഏർപ്പെടുത്തുന്നു, എങ്ങനെയൊക്കെ ഇത് ചെയ്യാം എന്നുള്ളത്. സെയിൽസ് ടീമിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. പക്ഷേ ഒരാളും ഗ്യാരണ്ടി ചെയ്യുന്നില്ല നിങ്ങൾക്ക് സെയിൽസ് ഞങ്ങൾ കൊണ്ടുവന്ന് തരാം. കർട്ടന് പുറകിൽ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഒരാൾ പോലും ഗ്യാരണ്ടി ചെയ്യുന്നില്ല ഒരു വെണ്ടർക്ക് നമുക്ക് ഇത്രയധികം സെയിൽസ് നിങ്ങൾക്ക് ഉറപ്പിച്ചു തരാൻ പറ്റും എന്ന്. ഇവിടെയാണ് there is no guarantee for sales. ഇവിടെയാണ് നമ്മൾ എങ്ങനെ നമുക്ക് ഒരു സ്റ്റോറിനെ അല്ലെങ്കിൽ നമുക്ക് ഇതെങ്ങനെ ഒരു വെണ്ടർ ഓപ്പർച്യൂണിറ്റി, അതായത് ഒരു വെണ്ടർക്ക് ഇത്തരം ഹഡിൽസിലൂടെ അല്ലാതെ ഇത്തരം സൈക്കിളിലൂടെ അല്ലാതെ എങ്ങനെ ഒരു വെണ്ടർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കൊണ്ടുകൊടുക്കാം, അതാണ് ഗ്ലോബൽ ഗാർഡനറിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു നാട്ടിൻ പുറത്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റലിലൂടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഒരുപക്ഷെ അതിനകത്തേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനോ ടെക്നോളജിക്കലി അപ്ഗ്രേഡ് ചെയ്യാനോ പറ്റാവുന്ന രൂപത്തിൽ ആയിരിക്കില്ല നമ്മുടെ ലോക്കലിലുള്ള ഒരു വെണ്ടർ വരുന്നത്.
അദ്ദേഹം അങ്ങനെ ടെക്നിക്കലി അദ്ദേഹം നോക്കുകയാണെങ്കിൽ തന്നെ ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും കൂടുതൽ എന്താ പറയുക ആമസോണുമായിട്ടോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടുമായിട്ടോ ഒന്നും കോമ്പീറ്റ് ചെയ്യാൻ പറ്റാവുന്ന രൂപത്തിൽ അദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടായെന്ന് വരില്ല. ഇവിടെയാണ് നമ്മൾ അറിയാവുന്ന നമ്മളുടെ ഒരു വെണ്ടറിന് ഫ്രീ ആയിട്ട് 50,000 രൂപ വർത്തായിട്ട് ഒരു ഡിജിറ്റൽ പാക്കേജ് ആണ് ഗ്ലോബൽ ഗാർണർ കൊടുക്കുന്നത്. ഈ ഡിജിറ്റൽ പാക്കേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി വരാൻ പോകുന്ന സ്ലൈഡുകളിൽ പറയും എന്താണ് അതിന്റെ ഗുണം. ഒപ്പം തന്നെ പോസ്റ്റ് പെയ്ഡ് സെയിൽസ് സർവീസ് ആണ്. സാധാരണ എല്ലാവരും സെയിൽസിന് മുമ്പ് ആണ് അവരുടെ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതെങ്കിൽ ഇവിടെ സെയിൽസ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ സർവീസിന് തത്തുല്യമായതോ അല്ലെങ്കിൽ അതുമായി അനുബന്ധമായിട്ടുള്ളതുമായ മണി മാറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള ക്യാഷോ മറ്റുള്ള കാര്യങ്ങളോ ഇതൊക്കെ നമ്മൾ നോക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഇത് കൊടുക്കുന്നതിന് മുമ്പല്ല. കാരണം ഒരു ചെക്ക് ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം മാത്രം ബിസിനസ് നടക്കുന്നിടത്ത് ബിസിനസ് കഴിഞ്ഞ് പൈസ വെണ്ടറിന്റെ കയ്യിൽ വന്നതിന് ശേഷം മാത്രമാണ് മറ്റുള്ള പേയ്മെന്റ്സോ മറ്റുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒപ്പം തന്നെ റിവാർഡ്സ് ആൻഡ് ക്യാഷ് ബാക്ക് സിസ്റ്റം ഫോർ യൂസർ റിട്ടൻഷൻ ആൻഡ് ഗ്രോത്ത്. ഇത് വളരെ പ്രത്യേകതയാർന്ന ഒരു കാര്യമാണ്. കാരണം ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ഇപ്പൊ നമ്മൾ ഗൂഗിൾ ഇതിലൊക്കെ നോക്കുമ്പോൾ ചില ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് അതും ഗ്യാരണ്ടി അല്ല, ഗ്യാരണ്ടിയോട് കൂടിയിട്ടുള്ള ക്യാഷ് ബാക്ക്. ഒപ്പം തന്നെ റിവാർഡ്സ് എന്ന് പറയുമ്പോൾ കല്യാൺ ജ്വല്ലറിയിൽ നിന്ന് നമ്മൾ ഒരു സ്വർണം മേടിച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന റിവാർഡ്സ് വെച്ചിട്ട് നമുക്കൊരിക്കലും ഇവിടുത്തെ എന്താ പറയാ ഏതെങ്കിലും ഒരു ഷോപ്പിൽ കയറിയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനോ ഒരു AC പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയാ സാരി പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വിമാനത്തിന് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാനോ നമുക്ക് ഈ റിവാർഡുകളൊന്നും സാധാരണ പറ്റില്ല. പക്ഷെ ഇവിടെ എല്ലാവിടെയും ഉപയോഗിക്കാവുന്ന റിവാർഡ് സിസ്റ്റം ഒരു യൂസറിനെ റീടെൻഷൻ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ എന്റെ കടയിൽ നിന്ന് സാധനം മേടിച്ചു പോയ ഒരു കസ്റ്റമറിനെ എന്റെ കൺസ്യൂമറെ വീണ്ടും എന്നിലേക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റാവുന്ന രൂപത്തിലുള്ള റിവാർഡ്സ് ആൻഡ് ക്യാഷ് ബാക്ക് സിസ്റ്റമാണ് ഗ്ലോബൽ ഗാർണർ ഈ പറയുന്ന വെണ്ടർക്ക് കൊടുക്കുന്നത്. ഒപ്പം അങ്ങനെ റീടെൻഷൻ ചെയ്യുന്നതോടുകൂടി ഒപ്പം തന്നെ ഈ റിവാർഡ്സുകൾ ഉപയോഗിച്ച് റിവാർഡ് പോയിന്റുകൾ ഉപയോഗിച്ച് മറ്റുള്ള മെർക്കന്റൈൽസിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു കൺസ്യൂമർക്ക് സാധനം മേടിക്കാം അല്ലെങ്കിൽ സർവീസ് മേടിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സെയിൽസും ഇൻക്രീസ് ചെയ്യുന്നു. ഒപ്പം തന്നെ ഇവിടെ വെണ്ടറുടെ മാർജിനും ഇൻക്രീസ് ചെയ്യുന്നു. ഒരു വെണ്ടർ നമ്മളുടെ ഒരു സ്ഥലത്ത് വരികയാണെങ്കിൽ 1 കിലോമീറ്റർ റേഡിയസിൽ അദ്ദേഹം മാത്രമായിരിക്കും അവിടുത്തെ വെണ്ടർ. ഫോർ എക്സാമ്പിൾ നമ്മൾ കണ്ണൂരിലെയോ കാസർഗോട്ടെയോ ഏതെങ്കിലും ഒരു സ്ഥലം എടുക്കുന്നു. ഈ പെർട്ടിക്കുലർ സ്ഥലത്ത് ഒരു വെണ്ടർ ഗ്ലോബൽ ഗാർണറിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ ഇപ്പൊ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ അതേപോലെ മറ്റൊരു സൂപ്പർ മാർക്കറ്റ് 1 കിലോമീറ്റർ അകത്ത് നിന്ന് ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അത് ഒരു പക്ഷേ എന്താ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രോസറി ഷോപ്പ് ആയിരിക്കാം. അങ്ങനെ ഏത് തരത്തിലുള്ള സർവീസ് കൊടുക്കുന്ന ആളായിക്കോട്ടെ, പ്രൊഡക്റ്റ് വിൽക്കുന്നവരായിക്കോട്ടെ, ആ 1 കിലോമീറ്റർ ചുറ്റളവിൽ മറ്റൊരു എന്താ പറയാ എൻറ്റിറ്റിക്ക് നമ്മൾ അവിടെ ഗ്ലോബൽ ഗാർണറിൽ അവിടെ അംഗത്വം കൊടുക്കുന്നില്ല. അതിന്റെ ഡീറ്റെയിൽസും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഒപ്പം തന്നെ റിട്ടേൺ ഓഫ് കമ്മീഷൻ പെയ്ഡ് ടു GG എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോസ്റ്റ് പെയ്ഡിന് ശേഷമാണ് ഈ പറയുന്ന കമ്മീഷനും കാര്യങ്ങളും ഒക്കെ തന്നെ വരുന്നത്. ഒപ്പം ഈ പറയുന്ന ഈ വെണ്ടർക്ക് അദ്ദേഹത്തിന്റെ 2 ഇരട്ടിയോളം GG കോയിൻ ആയിട്ട് തിരിച്ചു കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് നോക്കാം അടുത്തുള്ള സ്ലൈഡുകളിൽ ഇതെങ്ങനെയാണ് നമ്മൾ പറയുന്നത് എന്നുള്ളത്. GG കോയിൻ നമ്മളുടേതായ കോയിൻ ആണ്. ക്യാഷ് കിട്ടുന്നിടത്ത് നമ്മൾ ക്യാഷ് എന്ന് തന്നെയാണ് പറയുക. ഈ GG കോയിൻ പിന്നീട് നമുക്ക് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന ഒന്നാണ്, അതുകൂടെ മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു GG കണക്ട് സോഫ്റ്റ്വെയർ നമുക്ക് ഒപ്പം തന്നെ നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾ ബിഗ് ബസാറിൽ പോകുന്നു, അല്ല വലിയ വലിയ ക്രോമിൽ നമ്മൾ പോകുന്നു, വലിയ വലിയ എൻറ്റിറ്റിയിൽ പോകുമ്പോ അവരുടേതായ ഒരു വൗച്ചർ അല്ലെങ്കിൽ കാർഡ് അവരടിക്കാറുണ്ട് ബിസിനസ് ഇനീഷ്യേഷന് വേണ്ടി. ഇത് വെച്ചിട്ടാണ് നമ്മൾ പിന്നീട് ഡിസ്കൗണ്ടും കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ മെമ്പർഷിപ്പിലേക്ക് പോകുന്ന തരത്തിൽ. അപ്പോ ഇവിടെ ഒരു GG ഗ്ലോബൽ ഗാർണർ കണക്റ്റിൽ മെമ്പർ ആവുന്നത് കൂടി ഞങ്ങൾ തരുന്ന, അതായത് GG ഗാർണർ തരുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഒരു വെണ്ടർക്ക്, ലോക്കലി ഉള്ള ഒരു വെണ്ടർക്ക് സ്വന്തമായി അവർക്ക് ഗിഫ്റ്റ് വൗച്ചേഴ്സ് പ്രിന്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത്
ചെയ്യുവാനുള്ള സൗകര്യം അവിടെ ചെയ്തു കൊടുക്കുന്നു. അതിനുള്ള സൗകര്യം കൂടി ഗ്ലോബൽ ഗാർണർ ഒരുക്കി തരുന്നു. ഒപ്പം തന്നെ യുപോസ്, നമ്മൾ നേരത്തെ പറഞ്ഞ യുപോസ് എന്ന് പറയുന്ന പദം മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. യൂണിവേഴ്സൽ പോയിന്റ് ഓഫ് സെയിൽസ് എന്നാണ് അതിന് പറയുന്നത്. അത് പർച്ചേസ് ചെയ്യുന്നതിലൂടെ ഏകദേശം 20 കോടിയോളം പ്രോഡക്റ്റോ സർവീസോ നമുക്ക് വിൽക്കുവാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു വെണ്ടർ, അതിന്റെ എൻറ്റിറ്റി ആയിട്ട് മാറുവാനും ഈ വെണ്ടർക്ക് സാധിക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹം വിൽക്കുന്നത് ഗ്രോസറി ആണെങ്കിൽ കൂടിയും. അപ്പൊ ഇതാണ് ആമുഖമായിട്ട് ഒരു വെണ്ടർക്ക് കിട്ടാവുന്ന ഓപ്പർച്യൂണിറ്റി. നമ്മുടെ ലോക്കലായി മാത്രം അറിയപ്പെടുന്ന, നമ്മുടെ പ്രദേശത്ത് മാത്രമായി നിൽക്കുന്ന, ഏറ്റവും നന്നായി സർവീസ് തരുന്ന നമ്മളുടെ ഒരു വെണ്ടർക്ക് കിട്ടാവുന്ന ഓപ്പർച്യൂണിറ്റി. വെണ്ടർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കടയിലൂടെ സാധനങ്ങൾ വിൽക്കുക എന്നുള്ള മാത്രമല്ല, സർവീസ് കൂടെ കൊടുക്കുന്ന ഒരാളെ നമുക്ക് വെണ്ടറായിട്ട് വേണമെങ്കിൽ മാറ്റാം. ഇത്തരം കാര്യങ്ങൾ കൂടി അടുത്ത സ്ലൈഡിലേക്ക് പോകുമ്പോഴും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഇനി ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ താഴെ കൊടുത്തിട്ടുള്ള business.globalgarner.com ബിസിനസ്സിലേക്ക് ഇതിനുശേഷം നിങ്ങൾക്ക് പോകാവുന്നതാണ്. അപ്പോ എങ്ങനെയാണ് വെണ്ടറിന്റെ ഹഡിൽസ് ഇവിടെ എലിമിനേറ്റ് ചെയ്തത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ തുടക്കത്തിൽ 3ാമത്തെ സ്ലൈഡായിട്ട് കാണിച്ചെടുത്താണ് ഒരു വെണ്ടർക്ക് ഉണ്ടാവുന്ന പ്രീപെയ്ഡ് സർവീസ് എന്ന് പറയുന്ന പ്രശ്നം. അദ്ദേഹത്തിന്റെ ആ പറയുന്ന ഒരു വലിയൊരു ക്യാഷ് കൊടുത്തുകൊണ്ട് അദ്ദേഹം ഒന്നും ഇവിടെ എടുത്തു വെക്കേണ്ടതില്ല. കോമ്പറ്റീഷൻ അദ്ദേഹം എലിമിനേറ്റ് ചെയ്യുന്നു. കാരണം കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഇതൊന്നുകൂടി രണ്ടാമതിന് വരുന്നുണ്ട് പറയാൻ നേരത്തെ. കാരണം ഇപ്പോൾ ഞാനെന്ന് പറയുന്ന വ്യക്തി, ഇപ്പോ ഉദാഹരണമായിട്ട് ഞാനൊരു മൊബൈൽ കട നടത്തുന്നു. ഈ മൊബൈൽ കട നടത്തുന്ന എന്റെ അടുത്തേക്ക് ഒരാൾ മൊബൈല് മേടിക്കാൻ വരുമ്പോ അദ്ദേഹം തീർച്ചയായിട്ടും എന്റെ വില നോക്കിയതിനു ശേഷം പിന്നീട് അദ്ദേഹം കമ്പയർ ചെയ്യാൻ പോകുന്നത് തൊട്ടപ്പുറത്തെ കടയിൽ വിൽക്കുന്ന മൊബൈലുമായിട്ടോ അല്ലെങ്കിൽ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ വിൽക്കുന്ന മൊബൈലിലേക്കാണ് അദ്ദേഹം പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ പ്രൈസ് ഫാക്ടർ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു വെണ്ടർ എന്നുള്ള മട്ടിൽ എനിക്ക് നഷ്ടമാണ്. ഇവിടെയാണ് കോമ്പറ്റീഷനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് കോമ്പറ്റീഷൻ എലിമിനേറ്റ് ചെയ്യുക എന്ന് വിചാരിച്ചാൽ, ഈ ഗ്ലോബൽ ഗാർണർ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ തന്നെ ഈ കസ്റ്റമർക്ക് എന്ത് ചെയ്യുന്നു, അദ്ദേഹം പറയുന്ന സ്ഥലത്ത് നിന്ന് ഈ പ്രോഡക്റ്റ് മേടിച്ചു കൊടുക്കും. അദ്ദേഹം പറയുന്ന സ്ഥലത്ത് നിന്ന് ആമസോൺ ആണെങ്കിൽ ആമസോൺ, നമ്മുടെ കോമ്പറ്റീറ്റർ കടയാണെങ്കിൽ അവിടുന്ന് നമുക്ക് മേടിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നു. ഇതാണ് ഈ പറയുന്ന ഗ്ലോബൽ ഗാർണറിൽ വെണ്ടർ ആവുന്നതോടുകൂടി നമ്മളുടെ വെണ്ടർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു സൗകര്യം. അത് ഈ വ്യക്തി ഒരുപക്ഷെ നമ്മളുടെ അടുത്തുള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഫോണിലൂടെ നമ്മളോട് പറയുന്ന വ്യക്തിയായിരിക്കാം, നമ്മളുടെ അടുത്ത സിറ്റിയിലുള്ളതായിരിക്കാം, അടുത്ത സ്റ്റേറ്റിലുള്ള ആളായിരിക്കാം. പക്ഷെ ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് ആ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അങ്ങനെ വരുമ്പോ പിന്നെ അടുത്തതാണ് ഈ റിവാർഡ് സ്ട്രക്ചർ. സാധാരണ ഒരു വെണ്ടർക്ക് റിവാർഡ് സ്ട്രക്ചർ ഇല്ലാത്തടത്ത് നമുക്ക് ഇവിടെ സ്വന്തമായിട്ട് ഒരു റിവാർഡ് സ്ട്രക്ചർ നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്നു. ഒപ്പം തന്നെ നമുക്കിവിടെ ഹൈ അക്വിസിഷൻ കോസ്റ്റും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോ ഒരു വെണ്ടർക്ക്, സാധാരണ ഒരു വെണ്ടർക്ക് ഇന്നത്തെ കോമ്പറ്റീറ്റീവ് വേൾഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതിരിക്കുന്ന ഈ 4 കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗ്ലോബൽ ഗാർണർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോ ഇതൊന്നും നോക്കുക. സന്തോഷ് ഭായ് കേൾക്കുന്നുണ്ടോ? സന്തോഷ് ഭായ് കേൾക്കാം. ഓഡിയോ ഇല്ല കേട്ടോ. ഓഡിയോ വരുന്നില്ല. അല്ല, ചിലർക്ക് കേൾക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കുന്നില്ല. ശരി, നല്ല ബാൻഡ് വിഡ്ത്ത് ഉണ്ടെങ്കിൽ കിട്ടുമായിരിക്കും. എന്റെ ഇവിടെ ബാൻഡ് വിഡ്ത്ത് കുറച്ച് കുറവാണ്. ഓക്കെ. I think you can skip this video. Anyways, it is in Hindi and English. So you can just skip this. Skip it. Okay, then thank you. You can just forward this. Okay. So ഇത് നമുക്ക് നമ്മുടെ സൈറ്റിൽ നിന്ന് കിട്ടാവുന്ന ഒന്നാണ്. കാരണം ഹിന്ദിയാണ്, കുഴപ്പമില്ല. വളരെ ലളിതമായ ഭാഷയിലാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് ഗ്ലോബൽ ഗാർണർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഓൺലൈൻ ബ്രാൻഡ്സ് നമ്മളുടെ പ്ലാറ്റ്ഫോമിൽ ഇത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ദയവായിട്ട് ഗ്ലോബൽ ഗാർണർ വെബ്സൈറ്റിൽ നമ്മൾ പോവുക. നമ്മുടെ ഇവിടെ
ഡിസ്പ്ലേ നമ്മളുമായിട്ട് സഹകരിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റാവുന്ന ഓൺലൈൻ ബ്രാൻഡ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ലോകത്തിലെ നമ്പർ 1 ബ്രാൻഡ്സ് മുഴുവൻ അതിനകത്ത് വരുന്നത്. ആമസോൺ ഉണ്ട് അതിനകത്ത്, ഏജിയോ വരുന്നുണ്ട്, മിന്ത്ര വരുന്നുണ്ട്, മെട്രോ വരുന്നുണ്ട്, അഡിഡാസ് വരുന്നുണ്ട്, പെപ്പർ ഫ്രൈ വരുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മളുടെ ഒപ്പം വരുന്ന അപ്പൊ ഏകദേശം ഇന്ന് ഉറങ്ങിപ്പോ. ഇന്നലെ കുറച്ച് സാധനം ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മള് സോറി ഏകദേശം 126ഓളം ഓൺലൈൻ വെബ്സൈറ്റ് നമുക്കിവിടെ നമ്മളുടെ ഇതിനകത്ത് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ മെഗാ ബ്രാൻഡ്സ് ആയിട്ടുള്ള ബാറ്റ വരുന്നു, ബിഗ് ബസാർ വരുന്നു, അലൻ സോളി വരുന്നു, എയറോ വരുന്നു, ബാസ്കിൻ റോബിൻസ് വരുന്നു, ക്രോമ വരുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള 27,000 ബ്രാൻഡ് സ്റ്റോഴ്സ് നമ്മളുടെ ഗ്ലോബൽ ഗാർമെന്റ് പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് അവരുമായിട്ടുള്ള പർച്ചേസ് നമുക്ക് ചെയ്യാം. ഒപ്പം തന്നെ ലോക്കൽ വെൻഡേഴ്സ് ആയിട്ട് ഇതുവരെ ഏകദേശം ഞാൻ പറയുമ്പോൾ ഇതിനകത്ത് ഒരുപാട് കൂട്ടിയിട്ടുണ്ടായിരിക്കും. കാരണം എനിക്ക് തോന്നുന്നത് ഒരു 2 ആഴ്ച മുമ്പത്തെ ഒരു കണക്കാണ്. ഏകദേശം 12,000 നിയർ ബൈ സ്റ്റോഴ്സും കൂടെ നമ്മളുടെ ഗ്ലോബൽ ഗാർണർ പ്ലാറ്റ്ഫോമിൽ ഒരു ബിസിനസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പർച്ചേസ് ഒരു കൺസ്യൂമർക്ക് എത്തിപ്പിടിക്കാവുന്ന രൂപത്തിൽ നമ്മൾ ഇത് ചെയ്യും. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് ആമസോൺ പോലെയുള്ള, മിന്ത്ര പോലെയുള്ള, അഡിഡാസ് പോലെയുള്ള, ബാറ്റ പോലെയുള്ള, ബിഗ് ബസാർ പോലെയുള്ള അതേ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ലോക്കൽ ആയിട്ടുള്ള വർണ്ണ എന്ന് പറയുന്നതും മലൈക്ക എന്ന് പറയുന്നതുമായിട്ടുള്ള ലോക്കൽ വെൻഡേഴ്സ് കൂടെ അവിടെ വരുന്നു. നമ്മുടെ കേരളത്തിൽ നിന്നാണെങ്കിൽ കല്യാൺ ജ്വല്ലേഴ്സ് പോലും നമ്മുടെ ഈ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമില് ഗ്ലോബൽ ഗാർണർ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. ഒപ്പം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് താഴെ ഇതിനുശേഷം പോയി കഴിഞ്ഞാൽ നോക്കാം. ഞാൻ ഈ പറയുന്നതിന്റെ എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽസും താഴെയുള്ള ലിങ്കിൽ നമുക്കിത് കിട്ടും. കാരണം ഓപ്പൺ ആയിട്ടാണ് എല്ലാം കാണിക്കുന്നത്. ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്കാണ് വരുന്നത്, യൂണിവേഴ്സൽ പോയിന്റ് ഓഫ് സെയിൽസ്. ഇവിടെയാണ് നമ്മളുടെ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങൾക്കും തുടക്കം കുറിക്കുന്ന ആദ്യത്തെ കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതുവരെ ഞാൻ പറഞ്ഞു നിർത്തിയത് ഒരു വെൻഡർ എങ്ങനെ നമ്മളുടെ ഗ്ലോബൽ ഗാർണറിന്റെ ബിസിനസ് പ്ലാറ്റ്ഫോമിലേക്ക് വന്നാലുള്ള അദ്ദേഹത്തിനുള്ള ഗുണങ്ങള്, അദ്ദേഹത്തിന് വരുന്നതോടുകൂടി തന്നെ അദ്ദേഹം ഒരു ലോക്കൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഗ്ലോബൽ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞു. ഇനി അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഇനി അടുത്ത പ്രോസസ്സിലേക്കാണ് നമ്മൾ വരുന്നത്. യുപോസ് എന്ന് പറയുന്നു, യൂണിവേഴ്സൽ പോയിന്റ് ഓഫ് സെയിൽസ്. കാരണം ഒരു പക്ഷേ അല്ല, ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഇന്ത്യയിലെ ദ ബെസ്റ്റ് ഡിജിറ്റൽ ഇൻവെൻഷൻ ആണ് ഈ പറയുന്ന യുപോസ്. ഇവിടെ നമ്മൾ നോക്കുമ്പോ ഇതും ഒരു വീഡിയോ ആണ്, എന്നിരുന്നാൽ പോലും അത് ചെറിയൊരു വീഡിയോ ആണ്, നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഞാനൊരു ഐഡിയ പറയട്ടെ, നമുക്കൊരു ബിസിനസ് ചെയ്യാം എന്ന് പറയുമ്പോൾ അടുത്ത ആള് പറയുന്നത് എന്തുകൊണ്ട് ഒരാളുടെ ബിസിനസ്, നമുക്ക് എല്ലാവരുടെയും കൂടി ബിസിനസ് ചെയ്തൂടെ, നമുക്ക് എല്ലാവരുടെ ബിസിനസ് ചെയ്തൂടെ. ഇവിടെയാണ് നമ്മൾ ഒരു എന്റർപ്രണർ എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അവിടെയാണ് യുപോസ് നിങ്ങളെ സഹായിക്കാം. ഒന്ന്, നമുക്കൊരു എക്സ്ട്രാ ഇൻകം, ഹൗസ് വൈഫിന് ഒരു എക്സ്ട്രാ ഇൻകം എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു കേബിൾ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ, ഒരു ഉദാഹരണമായിട്ട് ഞാൻ എടുക്കുന്നു എന്ന് പറയുന്നു. ഒരു കേബിൾ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ അദ്ദേഹം കൊടുക്കുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ ആ കേബിളുമായി അദ്ദേഹത്തിന്റെ ടിവിയുമായിട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സർവീസ് മാത്രം അദ്ദേഹം കൊടുക്കുന്ന സമയത്ത് ആ ഗ്രാമത്തില് 1000 പേരെങ്കിലും അദ്ദേഹവുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ 1000 പേർക്കും ഒരു പക്ഷെ പലതരത്തിലുള്ള കാര്യം, ഒരു പക്ഷെ ഒരാൾക്ക് ബില്ലടയ്ക്കാനായിരിക്കാം, ഇലക്ട്രിസിറ്റി ബില്ലായിരിക്കാം, അല്ലെങ്കിൽ ഒരാൾക്ക് എന്താ പറയാ ഗ്രോസറി ആയിരിക്കാം, മറ്റൊരാൾക്ക് ഒരു AC ആയിരിക്കാം മേടിക്കേണ്ടത്, അല്ലെങ്കിൽ വേറൊരാൾക്ക് ജ്വല്ലറി ആയിരിക്കാം മേടിക്കേണ്ടത്. ഇങ്ങനെ തുടങ്ങി 1000 പേർക്കും 1000 കാര്യങ്ങളായിരിക്കാം. പക്ഷെ ഈ 1000 കാര്യങ്ങളും ഇത്തരം എല്ലാ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും ചെയ്തു കൊടുക്കാൻ പറ്റാവുന്ന രൂപത്തിലുള്ള ഓപ്പർച്യൂണിറ്റി ഒരു കേബിൾ ഓപ്പറേറ്റർക്ക് പോലും കൊടുക്കുന്നതാണ് യുപോസ്. അപ്പൊ നമ്മുടെ ബിസിനസിന്റെ എന്താ പറയുക ബാക്ക് ബോൺ ആണ് വരുന്നത്. ഒരു ഇൻഷുറൻസ് ഏജന്റ്, അദ്ദേഹം ഇതുവരെ ചെയ്തിരുന്നത് ഇൻഷുറൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കുന്നു, അല്ലെങ്കിൽ എവിടെ സർവീസ് കിട്ടുന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നു. ഇനി അദ്ദേഹം ചൂണ്ടിക്കാണിക്കേണ്ട ഈ സർവീസ് മുഴുവൻ അദ്ദേഹവുമായിട്ട് ഈ പറയുന്ന ഇൻഷുറൻസ് ഏജന്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാം.
ഒരുപക്ഷെ നിങ്ങളുടെ ഗ്രാമത്തിലെ സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ് ഓൺ ഒരു ഇലക്ട്രിക്കൽ ഷോപ്പുകാരനായിരിക്കാം താങ്കൾ. പക്ഷെ ഒരു ഇലക്ട്രിക്കൽ ഷോപ്പുകാരൻ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള സർവീസസ് കൊടുക്കാനും പോകുന്ന രൂപത്തിലേക്ക് മാറ്റുന്ന ഏറ്റവും പുതിയൊരു പ്ലാറ്റ്ഫോമാണ് യുപോസ് എന്ന് പറയുന്നത്. മറക്കരുത്, ഈ യുപോസ് ആണ് നമ്മുടെ ബിസിനസിന്റെ ജീവനാഡി. ഒന്നുകൂടെ പറയുന്നു, യൂണിവേഴ്സൽ പോയിന്റ് ഓഫ് സെയിൽസ്. മറക്കാതിരിക്കുക. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, യുപോസ് എന്ന് പറഞ്ഞാൽ ഒന്ന്, എലിമിനേറ്റ് യുവർ കോമ്പറ്റീഷൻ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ ഒരു മൊബൈൽ വിൽക്കുന്ന കടയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന കോമ്പറ്റീഷൻ തൊട്ടപ്പുറത്തെ കടക്കാരനായിരിക്കാം, അല്ലെങ്കിൽ ആമസോൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഓൺലൈനിലെ ഏതെങ്കിലും ആൾക്കാരായിരിക്കാം. അപ്പോ അവര് കൊടുക്കുന്ന അതേ റേറ്റ് നിങ്ങൾക്ക് കൊടുക്കാനും ഒപ്പം കസ്റ്റമറെ നമ്മളുടെ കയ്യിൽ നിന്ന് മാറാതിരിക്കുവാനുള്ള ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് യുപോസ് തരുന്നത്. അപ്പോ ആദ്യത്തെ സംഭവം, എലിമിനേറ്റ് യുവർ കോമ്പറ്റീഷൻ. ഒപ്പം മൾട്ടിപ്ലൈസ് യുവർ ഇൻകം പെർ യൂസർ. കാരണം ഒരുപക്ഷെ നിങ്ങളുടെ കടയിൽ, നിങ്ങളുടെ ഷോപ്പിലേക്ക്, ഞാൻ വെണ്ടർ എന്നുള്ളതിലാണ് പറയുന്നത്, നിങ്ങളുടെ ഉദാഹരണമായിട്ട് നമ്മൾ ഈ പറയുന്ന എന്താ പറയാ ഇൻഷുറൻസ് അഡ്വൈസർ ഏജന്റിന്റെ അടുത്തേക്ക് ഇൻഷുറൻസ് മാത്രമാണ് അദ്ദേഹം ചെയ്തു വരുന്നതെങ്കിൽ ആ ഇൻഷുറൻസ് എടുക്കാൻ വരുന്ന അല്ലെങ്കിൽ അദ്ദേഹം സർവീസ് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് അവിടെ ജ്വല്ലറിയുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടെങ്കിൽ, എന്താ പറയാ ഫ്ലൈറ്റ് സർവീസുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടെങ്കിൽ, ഹോട്ടൽസുമായിട്ടുള്ളതാണെങ്കിൽ വേണ്ടതെങ്കിൽ ആ സർവീസ് കൊടുക്കുന്നതോടുകൂടി ആ കസ്റ്റമർക്ക് യഥാർത്ഥത്തിലുള്ള സർവീസ് കിട്ടുകയും ഒപ്പം തന്നെ അദ്ദേഹത്തിന് കിട്ടേണ്ടതായിട്ടുള്ള മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഡിസ്കൗണ്ട്സ് കിട്ടുകയും ഈ സർവീസ് കിട്ടുന്നതിലൂടെ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഈ ഒരു ഇൻഷുറൻസ് ഏജന്റിന് അദ്ദേഹത്തിന്റെ ഇൻഷുറൻസിൽ നിന്നല്ലാതെ തന്നെ മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റുന്നു, ഇൻകം കിട്ടാവുന്ന പലതരത്തിലുള്ള വഴികൾ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡിഫറെന്റ് ചാനൽസ് ഇവിടെ ഒരുക്കി കൊടുക്കുന്നു. അപ്പൊ എങ്ങനെയാണ് അപ്പോ യൂസർക്ക് എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ, ഫ്രീ അസിസ്റ്റന്റ് ആൻഡ് സിംഗിൾ പോയിന്റ് ഓഫ് സെയിൽസ്. അദ്ദേഹം ഇതിനു വേണ്ടി എല്ലാവരുടെയും നടക്കേണ്ട കാര്യമില്ല. ഒരു ഫോൺ കോളിലൂടെ അദ്ദേഹത്തിന് കാര്യങ്ങൾ അവിടെ നടക്കുന്നു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ബ്രാൻഡ്, ഇപ്പൊ ഉദാഹരണമായിട്ട് അദ്ദേഹത്തിന് അലൻ സോളിയുടെ ഷർട്ട് ആണെങ്കിൽ ആ അലൻ സോളി എന്ന് പറയുന്ന ഷർട്ട് ഉപയോഗിക്കുന്ന വ്യക്തിയെ കൊണ്ട് നമ്മൾ ഒരിക്കലും അവിടെ ലൂയി ഫിലിപ്പ് ഷർട്ട് ഇടിപ്പിക്കുകയല്ല ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിന് അലൻ സോളിയുടെ ഷർട്ട് തന്നെയാണ് നമ്മൾ അവിടെ കൊടുക്കാൻ പോകുന്നത്. അപ്പോ നമ്മളുടെ ശീലങ്ങള് മാറാതെ, ഒരു കൺസ്യൂമർ എന്നുള്ള മട്ടില് എന്റെ ശീലങ്ങൾ മാറാതെ തന്നെ എനിക്ക് ഒരു വ്യക്തിയിൽ നിന്ന് അദ്ദേഹത്തിന് എന്റെ ആവശ്യമുള്ളത് മുഴുവൻ പ്രദാനം ചെയ്യാവുന്ന രൂപത്തിലുള്ള സർവീസാണ് ഒരു യുപോസ് ഓണറുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടുന്നത്. ഇതാണ് ഒരു യൂസർക്കുള്ള ബെനിഫിറ്റ്. ഒപ്പം ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മള് ഒരു എന്താ പറയാ 200 രൂപ മുടക്കി ഒരു സംഭവം മേടിക്കുമ്പോ ഈ 200 രൂപയും GG കോയിനായിട്ട് നമുക്ക് അപ്പൊ തന്നെ കിട്ടാം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യം. എന്ന് പറഞ്ഞാൽ 100 രൂപ മുടക്കിയാൽ ആ 100 രൂപ GG കോയിനായിട്ട് നമുക്ക് കിട്ടുന്നു. പിന്നീട് ഇത് നമുക്ക് ക്യാഷ് ആക്കി നമുക്കിത് മാറ്റാം. അത് പിന്നീട് വരുന്നു. അപ്പൊ ഇത് ഗ്യാരണ്ടിയാണ്. ഇങ്ങനെ ഒരു ഗ്രോസറി ഷോപ്പിൽ നിന്ന് നമ്മൾ ഗ്രോസറി മേടിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്നു. ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിവാർഡ്, അതായത് GG കോയിൻ ഉപയോഗിച്ച് നമ്മള് വീണ്ടും അവിടെ ടിക്കറ്റ് മേടിക്കാൻ വേണ്ടിയിട്ടല്ല അത് ഉപയോഗിക്കുന്നത്, മറിച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരുപക്ഷെ എന്താ പറയാ ക്രോമിൽ കയറി ഏതെങ്കിലും ഒരു സാധനം മേടിക്കുകയാണെങ്കിൽ, ബിഗ് ബസാറിൽ മേടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് അവിടെ ഉപയോഗിക്കാം. അതിന്റെ കാര്യത്തിലേക്ക് നമ്മൾ വരുന്നു. അപ്പൊ ഫസ്റ്റ് പോയിന്റ് നോട്ട് ഡൗൺ, ക്യാഷ് ബാക്ക് നമുക്ക് 100% ആണ്. പിന്നെ ഒപ്പം തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് 2% മുതൽ 100% വരെ ക്യാഷ് ബാക്ക് റിയൽ ക്യാഷ് ആയിട്ട് നമ്മുടെ ബാങ്കിലേക്ക് വരുന്നു. റിയൽ ക്യാഷ് ആയിട്ട് നമുക്ക് 2% മുതൽ 100% വരെ കിട്ടുന്നത് യൂസറെ സംബന്ധിച്ചിടത്തോളം. ഇനി ഒപ്പം തന്നെ ദിസ് ഇസ് ദ മോസ്റ്റ് ഒരുപക്ഷെ അൺബിലീവബിൾ ആയി തോന്നുന്ന, എന്നാൽ പ്രോസസ്സിലൂടെ എല്ലാം സാധിക്കാവുന്ന 6 എനിക്ക് വേണ്ടി ഞാൻ ഗ്രോസറി മേടിച്ചു, എന്റെ വീട്ടിലേക്ക് ഞാൻ AC മേടിച്ചു, എനിക്ക് വേണ്ടി ഞാൻ ഷർട്ട് മേടിച്ചു, എനിക്ക് വേണ്ടി ഞാൻ ഫ്ലൈറ്റിൽ പോയി, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഞാൻ ഒരു ബില്ല് അടച്ചു. ഇത് അടയ്ക്കുമ്പോ എനിക്ക് കിട്ടുന്ന ഈ ഒരു സംഭവം ഞാൻ എൻ്റെ അടുത്ത ഒരാളോട് ഞാൻ പറയുന്നു. കാരണം ഇത് നമ്മൾ പറയുന്നുണ്ട്,
കാരണം ഒരു ഫേസ്ബുക്ക് എന്ന് പറയുന്ന സംഭവത്തില് ഫേസ്ബുക്കിനെ ഡെവലപ്പ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ 5 പൈസ പോലും ശമ്പളം കൊടുക്കാതെ നിങ്ങളെയും എന്നെ പോലെയുള്ള ആൾക്കാരാണ് ഫേസ്ബുക്കിനെ ഡെവലപ്പ് ചെയ്തത്. നമ്മള് ഗൂഗിൾ പേ എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു മഹാസംഭവമാക്കി മാറ്റിയത് നമ്മളാണ്. വാട്സപ്പിനെ ഇത്രയും വലിയ സംഭവമാക്കി മാറ്റിയത് നമ്മളാണ്. ഇവിടെ ഒന്നും ഒരാൾ പോലും നമ്മളെ റിവാർഡ് ചെയ്തിട്ടില്ല. നമ്മളൊരു റെസ്റ്റോറന്റിൽ കയറുന്നു, ഉടനെ ഗൂഗിളിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നു, 4 or 5 ചോദ്യങ്ങൾ വരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ സൗകര്യം, അവിടെ എന്തുണ്ട്, ഇങ്ങനെ പറയുന്നു. ഇങ്ങനെ 4 or 5 ചോദ്യങ്ങൾ നമുക്ക് കൊടുക്കുന്നു. അവരൊരു നമസ്തേ തരുന്നു, അല്ലെങ്കിൽ അവർ പറയുന്നു നിങ്ങൾക്ക് ഇത്ര ശതമാനം 4 നക്ഷത്രം നമ്മുടെ പേരിൽ ഇട്ട് തരുന്നു. ഒരാൾ പോലും നമ്മുടെ സർവീസിന് യാതൊരു തരത്തിലുള്ള റിവാർഡും തന്നിട്ടില്ല. അവിടെയാണ് എനിക്ക് കിട്ടിയ ഒരു ഗുണം ഞാൻ മറ്റൊരാളുടെ അടുത്ത് പറയുമ്പോ അവിടെ 6 റെഫറൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു സർവീസ് എനിക്ക് കിട്ടിയത് അവർക്കും കൂടി കിട്ടട്ടെ എന്നുള്ളത്, അവരുടെ വീട്ടിലേക്ക് ഗ്രോസറി മേടിക്കുമ്പോൾ കിട്ടട്ടെ എന്നുള്ള മട്ടിൽ ഞാൻ ഇത് പറഞ്ഞു കൊടുക്കുമ്പോ 1 കോടിയോളം എനിക്ക് ഏൺ ചെയ്യാൻ ഒരു അവസരം കൂടി അവിടെ കിട്ടുകയാണ്. ഇത് അവസരമല്ല, അവിടെ യാഥാർത്ഥ്യമാണ്. അപ്പൊ നമുക്ക് എന്താണ് യൂസർക്കുള്ള ഗുണം നമ്മൾ കണ്ടു. ഒരു സിംഗിൾ പോയിന്റിൽ ഒരാളെ ആശ്രയിച്ചാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നു. ഒപ്പം തന്നെ യൂസർക്ക് അവര് പർച്ചേസ് ചെയ്ത പൈസക്ക്, സ്പെൻഡ് ചെയ്ത പൈസക്ക് തുല്യമായി 100% ക്യാഷ് ബാക്ക് GG കോയിനിലൂടെ കിട്ടുന്നു. മൂന്നാമത്തത് അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് 2 മുതൽ 100% വരെ ക്യാഷ് ബാക്ക് അവർക്ക് കിട്ടുന്നു. ഒപ്പം തന്നെ 1 കോടിയോളം രൂപ 6 റെഫറൻസിലൂടെ കിട്ടുന്നു. ഇതിന്റെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകുമ്പോഴാണ് നമുക്കിത് കൂടുതൽ മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ യൂസർ പൊട്ടൻഷ്യൽ മാൻഡേറ്ററി എക്സ്പെൻസ് ഒരു കണക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഒരു മിഡിൽ ക്ലാസിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കാണിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ. അപ്പൊ അതിനകത്ത് കൂടുതലും കുറവുണ്ടാവാം. മെട്രോയിൽ താമസിക്കുന്നവർക്ക് കൂടായിരിക്കാം, ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർക്ക് കുറവായിരിക്കാം. എങ്കിലും ഒരു ശരാശരി ഒരു ഇതാണ് ഇവിടെ കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്പെൻഡ് ചെയ്യുന്ന ഒരു മന്ത്ലി എക്സ്പെൻസിലേക്ക് വരുന്നതാണ് ഒരു പക്ഷേ എന്താ പറയാ മെഡിസിന് വേണ്ടി മുടക്കുന്ന പൈസ, ഗ്രോസറിക്ക് വേണ്ടി പൈസ, ഇങ്ങനെ തുടങ്ങി ട്രാവലിന് വേണ്ടി ഇങ്ങനെ പലതും ഓരോരുത്തരുടെ കാറ്റഗറിക്ക് അനുസരിച്ച് മാറ്റം വരുന്നു. ചിലതിൽ കുറച്ചായിരിക്കാം കൊടുക്കാം, ചിലരിൽ കൂടുതലായിരിക്കാം കൊടുക്കാം. ഒരു പക്ഷെ എന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ മുടക്കുന്ന പൈസ മെഡിസിൻ ആണ്. ഏകദേശം 7000 രൂപയാണ് നമ്മുടെ ഫാമിലി മൊത്തം മുടക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് ആഴ്ചയിലായതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. റെസ്റ്റോറന്റിൽ എങ്ങനെ പോയി കഴിഞ്ഞാലും നമ്മൾ ഏകദേശം ഇപ്പൊ കോവിഡ് കാലമായതുകൊണ്ടൊന്നുമില്ല, അല്ലെങ്കിൽ ഏകദേശം അവിടെ 3000 രൂപയോളം ഒരു മാസത്തിൽ വരുന്നു പലപ്പോഴും. ഞാൻ പറയാൻ കാരണം പേഴ്സൺ ടു പേഴ്സൺ ഇറ്റ് മേ ചേഞ്ച്. ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമാണ്. ഒപ്പം തന്നെ അപ്പൊ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു ആവറേജ് ആയിട്ട് 22,500 രൂപ നമ്മൾ ഒരു എക്സ്പെൻസ് ആയിട്ട് എടുക്കും. ഇതിലൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള കണക്കല്ല, ഒരു മന്ത്ലി എക്സ്പെൻസ് ഒരു മെട്രോ നഗരത്തിന്റെ വെച്ചെടുത്തൊരു കണക്കാണെന്ന് കരുതിയാൽ മതി. ഒപ്പം തന്നെ നമുക്കൊരു ഇയർലി എക്സ്പെൻസ് വരുന്നുണ്ട്. ആ ഇയർലി എക്സ്പെൻസ് നമ്മുടെ എന്താ പറയാ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനോ, ഹോളിഡേസിനോ, ഗിഫ്റ്റിനോ, ആനിവേഴ്സറിക്കോ, ഇൻഷുറൻസിനോ, ഗോൾഡ് എടുക്കാനോ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു. അവിടെയും വരുന്നുണ്ട് ഏകദേശം 3,25,000 രൂപ. അങ്ങനെ വരുമ്പോ ആവറേജ് ആയിട്ട് 27,000 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു. ഒരു ചെറിയൊരു കണക്ക് മാത്രം പറയുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോ ഏകദേശം ഒരാള് ഒരു 49,500 രൂപയോളം മാസത്തിൽ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള ഒരു കണക്കിടം അവതരിപ്പിക്കും. നമ്മൾ അതിലേക്ക് പോയില്ലെങ്കിലും ഒരു 10,000 രൂപയെങ്കിലും മന്ത്ലി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഒരു അച്ഛനും അമ്മയും 2 മക്കളും ഉണ്ടെങ്കിൽ ഗ്രോസറിക്ക് തന്നെ നമ്മൾ ഏകദേശം 4,000 തൊട്ട് 5,000 രൂപ വരെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഗ്രോസറിക്ക് മാത്രം. പിന്നീട് നമ്മുടെ ടെലിഫോൺ ബില്ലിൽ എടുക്കാം, കാറിന്റെ പെട്രോൾ എടുക്കാം, ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ സലൂണിൽ പോകുന്ന എടുക്കാം, ഇങ്ങനെയൊക്കെ സിനിമയ്ക്ക് പോകുന്ന എടുക്കാം. ഇങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കണക്കിൽ പെടാത്ത രൂപത്തിലേക്ക് വരുന്നു. അല്ലെങ്കിൽ കണക്കിൽ പെടാത്തല്ല, നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലുള്ള ഒരു എക്സ്പെൻസ് ആയിരിക്കാം ഒരുപക്ഷെ നമ്മൾ കാണാൻ. അപ്പൊ ഇവിടെയാണ് ഇതിന്റെ ഒരു സംഭവം. അങ്ങനെ ഒരാള് അദ്ദേഹത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോ ഈ പറയുന്ന യൂണിവേഴ്സൽ പോയിന്റ് ഓഫ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിയിലൂടെയാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ ഗ്രാമത്തിലെ ഈ പറയുന്ന കേബിൾ TV ഓപ്പറേറ്റർ, ഇദ്ദേഹം നമ്മുടെ ഒരു യൂപോസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം വഴിയാണ് അവരിതൊക്കെ ചെയ്യുന്നതെങ്കിൽ ആവറേജ് കമ്മീഷൻ അവിടെ പോകുന്നത് 3.5%. ഇത് 49,500 ഒരു 1,800 മാത്രമേ എടുത്തുള്ളൂ. ഈ കണക്ക് ചെറിയൊരു തുടക്കം മാത്രമാണ്. ഈ കണക്കിൽ ഒരിക്കലും കുടുങ്ങി കിടക്കരുത് നിങ്ങൾ. കാരണം ഇനി ഓരോരുത്തരും 10,000 രൂപ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും നിൽക്കരുത്. ഇതിന്റെ ഒരു ആവറേജ് കണക്ക് പറഞ്ഞു എന്ന് മാത്രം.
അപ്പോ ഒരു യൂപോസ് ആൾക്ക് ഏറ്റവും ആദ്യം കിട്ടാവുന്ന സാധ്യതകളിലൊന്നാണ്, സാധ്യതയല്ല ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഇൻകം ആണ് 3.5%. എപ്പോ ഈ കസ്റ്റമർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെയാണ് നമ്മളൊരു ഇൻവെന്ററി പ്രൈസ്, ലാർജ് ആൻഡ് ഡൈവേഴ്സിഫൈഡ് ഇൻവെന്ററി പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നോക്കുമ്പോ ഒരു പ്രോഫിറ്റ് എന്ന് പറയുമ്പോ നമ്മൾ യു തിങ്ക് ദിസ് സെറ്റപ്പ് ഓണേഴ്സ് എങ്ങനെയാണ് ഒരു ബിസിനസ് ഓണർക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് നമ്മളൊക്കെ പലപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട് ഒരു 15% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ, നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ഒരു 15% കിട്ടണമെങ്കിൽ അപ്പൊ എങ്ങനെയൊക്കെയാണ് അവര് എന്താ പറയാ ഇ കൊമേഴ്സ് ബിസിനസ്സിലൂടെ ഒക്കെ കിട്ടണമെങ്കിൽ അത് വളരെയധികം കൂടുതൽ തന്നെയാണ്. അപ്പോ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ ആലോചിക്കുക, 15% പ്രോഫിറ്റിലേക്ക് ഒന്നും നമ്മൾ പോകണ്ട, 3% തൊട്ട് 5% വരെ നെറ്റ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഏകദേശം എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ ഏകദേശം ഒരു 3% അല്ല 5% നമ്മുടെ ബിസിനസ്സിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് കിട്ടാം. അങ്ങനെ നമ്മൾ നോക്കുമ്പോ ഒന്ന് പേടി കൂടാതെ, ഒപ്പം ബാക്ക്-എൻഡ് ഓപ്പറേഷൻസിൽ പങ്കെടുക്കാതെ, ഇൻവെന്ററിയിൽ സാധനങ്ങൾ മേടിച്ചു കൂട്ടി വെക്കാതെ, ഇതൊന്നുമില്ലാതെ 3 തൊട്ട് 5% വരെ നെറ്റ് പ്രോഫിറ്റ് കിട്ടാവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അതാണ് ഈ ചർച്ചയുടെ ഒരു ഭാഗമായിട്ട് വരുന്നത്. ഇനി അതല്ല, എത്ര ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്ക് ഇത്ര കിട്ടുക എന്ന് ചോദിച്ചാൽ, ഈ ഒരു കണക്ക് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കണക്ക് തന്നെയാണ്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല, കാരണം ഏകദേശം കൂടുതൽ ഇതിലേക്ക് ഞാൻ പോകുന്നില്ല. ഏകദേശം ഒരു എന്താ പറയാ 2,50,000 കോടിയുടെ ബിസിനസ് നടക്കണമെങ്കിൽ ഏകദേശം 4,000 കോടി രൂപയുടെ മെയിൻ്റനൻസ് ചാർജും കാര്യങ്ങൾ അവിടെ വരാറുണ്ട് എന്ന് പറഞ്ഞ ബിസിനസ്സില്ല. ഞാൻ അതിന്റെ കൂടുതൽ ഇതിലേക്ക് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ആമസോണിന്റെ ഫ്രാഞ്ചൈസി നമുക്ക് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കമ്പനിയുടെ ബിഗ് ബസാറിന്റെ ഒരു ഫ്രാഞ്ചൈസി നമുക്ക് കിട്ടണമെങ്കിൽ, kindly switch off the TV or excuse me please. എനിക്ക് കാണുന്നില്ല ആരാ ചെയ്യുന്നില്ല. സന്തോഷ് ഭായ്, ജസ്റ്റ് ഹാവ് എ ലുക്ക് ദാറ്റ്. ഓക്കെ, മിഥുൻ ആണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ആരായി കഴിഞ്ഞാലും ഒന്ന് ഹലോ സന്തോഷ് ഭായ്, ഓക്കെ, അൺമ്യൂട്ട് ചെയ്തില്ലേ? താങ്ക് യു. കേൾക്കാമല്ലോ അല്ലേ സന്തോഷ് ജി? അല്ല, എനിക്ക് ചാർജ് കഴിയാറായി. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് ഓഫ് ഈവൻ 2% കഴിയാറായി. അപ്പൊ എനിക്ക് പിന്നെ ഇത് കയറാം, സാറിന് കയറാം, സാറിന് ചാർജ് ചെയ്തിട്ട് കയറാം, വീണ്ടും കയറാം കേട്ടോ. നോ ഇഷ്യൂ. ഓക്കെ, താങ്ക് യു. അപ്പോ ഇവിടെ നമ്മൾ ഒരു 2% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ പോലും ഒരു സെറ്റപ്പ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5,000 crores എത്തും ഇതിലൊക്കെ ബിസിനസ് നമുക്ക് ചെയ്യണമെങ്കിൽ. കാരണം അവിടെയൊക്കെ വോള്യൂം ബിസിനസ്സിലാണല്ലോ പെർസെന്റേജ് നോക്കുന്നത്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് എടുത്തു ചാടുവാനോ അത്തരം ഒരു ബിസിനസ് നടത്താനോ പറ്റാവുന്ന പാകത്തിലുള്ളവരൊക്കെ വളരെ കുറവാണ്, വരലിലെണ്ണാവുന്നവര് തന്നെ ഉള്ളൂ. അപ്പൊ ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്, എങ്ങനെ നമുക്ക് ഓപ്പറേഷൻ കോസ്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ പറയുന്ന ഇത്തരം ബിസിനസ്സിലേക്ക് നമുക്ക് എങ്ങനെ കൊണ്ടുപോവാം. അപ്പൊ 5,000 കോടി രൂപയുടെ ബിസിനസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ കോസ്റ്റ് 80 കോടി വരും എന്ന് പറയുമ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത് എത്രമാത്രം ബുദ്ധിമുട്ടി അല്ലെങ്കിൽ എത്രമാത്രം മണി ഇൻവോൾവ്ഡ് ആണ് ബിസിനസ്സിൽ. അപ്പൊ ഇവിടെ യൂപോസ് സെറ്റപ്പ് കോസ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ആകെ ആവശ്യമുള്ളത് ഈ പറയുന്ന നമ്മളുടെ എന്താ പറയാ അങ്ങേയറ്റത്തെ എന്താ പറയാ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിജിറ്റൽ സംവിധാനങ്ങളൊന്നും വേണ്ട. ഏതൊരു ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിലും വിൻഡോസ് ലാപ്ടോപ്പിലും ടാബ്ലറ്റ്സിലും വർക്ക് ചെയ്യാവുന്ന ഒരു സംഭവം. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് യൂപോസിന്. ഇത്ര മാത്രമേ ഉള്ളൂ. 54,000 രൂപ പ്ലസ് GST ആണ് ഒരു യൂപോസ് സെറ്റ് ചെയ്യാനുള്ള നമുക്ക് ഒരു ചെലവ് വരുന്നത്. ഇതിനകത്ത് 50,000 രൂപയ്ക്ക് തുല്യമായി എന്ന് പറഞ്ഞാൽ നമ്മളൊരു യൂപോസ് എടുക്കുമ്പോ നമുക്ക് കിട്ടുന്നത് 500 മൂവി ടിക്കറ്റ് ആണ്. 100 രൂപ വില വരുന്ന 500 മൂവി ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി 50,000 രൂപ നമുക്ക് തിരിച്ചു തന്നു കഴിഞ്ഞു. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. അങ്ങനെ എന്തിനാണ് നമുക്ക് ഈ 500 മൂവി ടിക്കറ്റ് തരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ ബിസിനസ്സിൽ നമ്മൾ സാധാരണ പറയില്ലേ, നമ്മളുടെ ഒരു വിസിറ്റിംഗ് കാർഡ് എന്ന് പറയുന്ന പോലെ
വിസിറ്റിംഗ് കാർഡ് കൊണ്ട് ആർക്കും ഗുണമില്ല. പക്ഷെ ഈ മൂവി ടിക്കറ്റ് നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് നമ്മൾ പിന്നീട് നമ്മുടെ ഉപഭോക്താവ് ആവാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ അതിനുള്ള ഒരു ഗ്യാരണ്ടി സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം പിന്നീട് അദ്ദേഹത്തിന് വേണ്ട ഏതൊരു സർവീസും നമ്മൾക്ക് ചെയ്തു കൊടുക്കാം. ഇതാണ് ആദ്യമായിട്ട് ഈ ഒരു സിസ്റ്റത്തിലേക്ക്, ഗ്ലോബൽ കാർണർ സിസ്റ്റത്തിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരാളെ ആകർഷിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരാളെ നമ്മളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ വേണ്ടി ആദ്യത്തെ കവാടം തുറക്കുന്നത് കൂടിയാണ്. നമ്മൾ മുടക്കുന്ന പൈസയുടെ എന്താ പറയാ GST ഒഴിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 50,000 രൂപ തന്നെ നമുക്ക് തിരിച്ചു തരുന്നു. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരു സീറോ അല്ലെങ്കിൽ റിസ്ക് അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഓപ്പറേഷൻ ആണ് ഒരു ഇൻഡിവിജ്വലിന് യുപോസ് എടുക്കുന്നതിലൂടെ വരുന്നത്. അപ്പൊ ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അതായത് ഇന്ന പൈസ കൊണ്ട് ഇന്നത് ചെയ്യാമായിരുന്നു എന്ന് പറയുന്ന എക്കണോമിക്സിലെ തീയതി തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ 54,000 രൂപ മുടക്കുമ്പോൾ നമുക്ക് മൂവി ടിക്കറ്റ് അവിടെ കിട്ടുന്നത് 50,000 രൂപ വർത്തുള്ള മൂവി ടിക്കറ്റ് കിട്ടുന്നു. ഒപ്പം തന്നെ നമ്മളുടെ പ്രാദേശികമായ ഭാഷയിൽ അച്ചടിച്ചിട്ടുള്ള സ്റ്റാൻഡിയും ഡിസ്പ്ലേ ബോർഡും കിട്ടുന്നു. ഒപ്പം തന്നെ ഏകദേശം 200ഓളം പേപ്പർ പാംപ്ലെറ്റും നമ്മുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ അവിടെ കിട്ടുകയാണ്. പിന്നെ ഒപ്പം തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡിങ് ഇതിലേക്ക് നമ്മളുടെ കൂടെ വരുന്നു. അത് മറ്റൊരു അവസരത്തിൽ പറയുന്നതാണ്. നമ്മുടെ വെണ്ടർ പ്രൊമോഷന് വേണ്ടി, നമ്മുടെ അഡ്വർടൈസ്മെന്റും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി അവിടെ ടൈംസ് ഓഫ് ഇന്ത്യയുമായിട്ട് ഒരു ടൈപ്പ് അവിടെ വരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ഗ്ലോബൽ കാർണർ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം. ഒപ്പം തന്നെ 20 കോടിയോളം വരുന്ന പ്രോഡക്റ്റും സർവീസസും, 27,000 വരുന്ന ബ്രാൻഡ് സ്റ്റോഴ്സും, 12,000 വരുന്ന ലോക്കൽ വെൻഡേഴ്സും, 126 മേജർ വെബ്സൈറ്റിലും ബിസിനസ് ചെയ്യുവാനുള്ള ഓപ്പൺ ടിക്കറ്റ് ആണ് ഈ യുപോസ് എടുക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത്. ഒപ്പം തന്നെ നമുക്ക് തരുന്ന മിനിമം ഗ്യാരണ്ടീഡ് ബിസിനസ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് മിനിമം ആണ് പറയുന്നത് 48%. മിനിമം ഗ്യാരണ്ടി ബിസിനസ് റിട്ടേൺ ഈസ് 48% എന്ന് പറയുമ്പോ അതും ജസ്റ്റ് വൺ കസ്റ്റമർ, ദാറ്റ് ഈസ് യു എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്റെ വീട്ടിലേക്ക് വേണ്ടി ഗ്രോസറി മേടിക്കുന്നു. ഐ ആം ഇൻവെസ്റ്റിംഗ് ഫോർ മീ, അല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ചെലവാക്കുന്നത്. എനിക്ക് കിട്ടുന്ന ഗ്യാരണ്ടി ബിസിനസ് ആണ്, റിട്ടേൺ ആണ് 48% എന്ന് പറഞ്ഞാൽ ഇത് ഒരു കണക്ക് പോകുന്നു എന്നുള്ള മാത്രം. നമ്മളൊരു 500 യൂസേഴ്സിനെ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു 500 യൂസേഴ്സിനെ കിട്ടാനുള്ള സാധ്യത എനിക്ക് അവിടെ എന്താ പറയാ മൂവി ടിക്കറ്റിലൂടെ ഉണ്ട്. ഞാൻ 1000 രൂപ വെച്ചിട്ടാണ് ഒരാള് എന്റെ സർവീസ് എടുക്കുന്നതെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള 1000 രൂപയുടെ സർവീസ് ആണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത് പിന്നീടെങ്കിൽ ഏകദേശം 5 ലക്ഷം രൂപയുടെ ബിസിനസ് ആണ് ഒരു പെർ മന്തിൽ അവിടെ നടക്കുന്നത്. ഇതൊരു ഫിഗർ പറയുന്നു എന്നുള്ള മാത്രം. അപ്പൊ അവിടെ വരുമ്പോ നമുക്ക് കിട്ടുന്നത് 12,000% ആണ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. അതാണ് ഈ ബിസിനസിന്റെ ഒരു പവർ. കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ഇനി വരുന്നുണ്ട്. അതിലൂടെ കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങൾ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതാണ്. എവിടെയെങ്കിലും നിങ്ങൾക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് ഇത് എഴുതി വെക്കുക. പിന്നീട് നമുക്ക് സൈറ്റിലേക്ക് പോവാം, അല്ലെങ്കിൽ സമയം അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ചർച്ചയിലേക്ക് മടങ്ങി വരാം. എടുക്കണം. അപ്പോ ഇനി 1000 അല്ല ഉപയോഗിക്കുന്നത്, വെറും 100 രൂപയാണ് ഈ പറയുന്ന യൂസർ വരുന്നതെങ്കിൽ നമുക്കൊരു 50,000 രൂപ വെച്ചിട്ടാണെങ്കിൽ തന്നെ അതിന്റെ ക്യാഷ് ബാക്ക് ആയിട്ട് 15,000 രൂപയാണ് നമുക്ക് തിരിച്ചു. എന്ന് പറഞ്ഞാൽ 1560% നമ്മുടെ മുടക്കുന്ന പൈസയുടെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പൊ ഇവിടെ യുപോസ് ഡെമോ എന്ന് പറയുന്ന സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിത് കിട്ടുന്നതാണ്. അപ്പൊ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബിസിനസ് മാത്രമല്ല, എല്ലാവരുടെ ബിസിനസ്സും എന്റെ ഈ പറയുന്ന ഈ നമ്മൾ ചിത്രത്തിൽ കാണുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ചെയ്യാൻ പറ്റാവുന്ന രൂപത്തിലേക്കാണ് യുപോസ് എടുക്കുന്നതിലൂടെ നമ്മളൊക്കെ തന്നെ ആയിത്തീരും. ഇവിടെ നമ്മള് ഒരു സെയിൽസ്മാൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ മിഡിൽ മാൻ ഹഡിൽസ് ആണ് ഒരുവിധം എല്ലാ ബിസിനസ്സുകാരും അനുഭവിക്കുന്നത് അല്ലെങ്കിൽ പ്രശ്നമാണ്. ഒരു സെയിൽസ്മാനെ സംബന്ധിച്ചിടത്തോളം മൊണോട്ടണസ് ജോബാണ്. രാവിലെ മുതൽ ഒരുപോലെ തന്നെ ഇരിക്കുന്നു. ഇൻകം കൂടുതലും ഒന്നുമില്ല. രാവിലെ മഴയായാലും വെയിലായാലും ബന്ധായി കഴിഞ്ഞാലും പുള്ളി രാവിലെ വരണം, പുള്ളി വൈകിട്ട് പോകണം. അവന്റെ വീട്ടിലെ പ്രശ്നങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും
ഈ പറയുന്ന കടയുടെ ഉടമയെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. സോഷ്യൽ സർക്കിളിലോ ലൊക്കേഷനിലോ ഇങ്ങനെയുള്ള ലീവോ കാര്യങ്ങളോ ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് പുള്ളി വരുന്നത്. ഗ്രോത്ത് എന്ന് പറയുന്നത്. പിന്നെ എല്ലാ സെയിൽസ്മാന്റെയും പ്രത്യേകത പുഷ് സെയിൽസ് ആണ്. കാരണം 1% ആൾക്കാരായിരിക്കാം സാധനങ്ങൾ ചോദിച്ചു വരുന്നത്, 99% അവിടെ പുഷ് സെയിൽസിലേക്ക് വരുന്നു. ദെൻ ഓൾസോ എൻഡ് ഓഫ് ദി ഡേ അവിടെ ഒരു അൺസർട്ടനിറ്റി ആണ്, സെയിൽസിന് ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പൊ ഇവിടെയാണ് ഈ പറയുന്ന സെയിൽസ്മാൻ എന്ന് പറയുന്ന, ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മിഡിൽ മാൻ, ബിസിനസ് സെയിൽ പുഷ് ചെയ്യുന്ന ആളുടെ ഹർഡിൽസ് വരും. അപ്പൊ ഇതിനൊക്കെ എലിമിനേറ്റ് ചെയ്യാവുന്ന രൂപത്തിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മളിവിടെ ബിസിനസ് എലിമിനേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ പാർട്ട്ണർ ആയിട്ട് മാറുന്നത്? അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കാം. ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഇതൊന്നും കൂടെ ശ്രദ്ധിച്ചു കേൾക്കാം. നമ്മളിവിടെ മാസ്റ്റർ ചാനൽ പാർട്ട്ണർ എന്ന് പറയുന്ന 180 പേരാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അവരാണ് അവസരം വരുന്നത് ഗ്ലോബൽ ഗാർഡൻ. അവിടുന്ന് അവർ ഈ 180 പേര്, ഒരാൾ 10 പേര് വെച്ചിട്ടാണ് ചാനൽ പാർട്ട്നേഴ്സിന് അവസരം കൊടുക്കുന്നത്. അങ്ങനെ 1800 പേരാണ്. ഈ 1800 പേര് ചേർന്ന് 18,000 അവരും ഒരാൾക്ക് 10 പേര് വെച്ചു കൊടുക്കുന്നു. അങ്ങനെ അസിസ്റ്റന്റ് ചാനൽ പാർട്ട്ണർ എന്നുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർഷിപ്പ് അവിടെ വരുന്നു. ഈ അസിസ്റ്റന്റ് ചാനൽ പാർട്ട്ണർ ആണ് ലോക്കൽ വെണ്ടേഴ്സിനെയും ഒപ്പം യുപോസ്, അതായത് പാർട്ട്നേഴ്സിനെ യുപോസ് വഴി ചെയ്യിപ്പിക്കുന്നതുമായിട്ട് പ്രധാന ചാലകം എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ചാനൽ പാർട്ട്ണറാണ്. അപ്പൊ ഇവിടെ ഒപ്പം തന്നെ നമ്മൾ നോക്കുന്നത് 9,000 പാർട്ട്നേഴ്സിനെയാണ്. 9,000 പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയില് ഏകദേശം ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റ് കോഡ് വെച്ചിട്ടാണ് നമ്മളിത് നോക്കിയിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയിലെ പോസ്റ്റ് കോഡ്സ് 90,000 പാർട്ട്നേഴ്സ് ആണ് സർ. സോറി, 90,000 പാർട്ട്നേഴ്സ്. ഓക്കെ, മറ്റേത് 18. ഇവിടെ അസിസ്റ്റന്റ് ചാനൽ പാർട്ട്ണർ ആണ്. ഐ എം സോറി, നമ്മൾ അസിസ്റ്റന്റ് ചാനൽ പാർട്ട്ണർ എന്ന് പറയാം. താങ്ക് യു വെരി മച്ച്. ആരത് പറഞ്ഞത്? നാസർ, താങ്ക് യു വെരി മച്ച് നാസർ. നമ്മള് ഈ അസിസ്റ്റന്റ് ചാനൽ പാർട്ട്ണർ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ 19,100 പോസ്റ്റൽ കോഡ്സ് ഉണ്ട്. 19,100 പോസ്റ്റൽ കോഡ്സ്. അതിൽ ഈ 19,100 പോസ്റ്റൽ കോഡ്സിൽ നമ്മൾ 1,100 പോസ്റ്റൽ കോഡ്സ് മാറ്റി 18,000 പോസ്റ്റൽ കോഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റൽ കോഡിൽ ഒരാൾ, അതാണ് അസിസ്റ്റന്റ് ചാനൽ പാർട്ട്ണർ. അപ്പൊ അവരാണ് പിന്നീട് ഈ 90,000 പാർട്ട്നേഴ്സിലേക്ക് എത്തുന്നതും ഒപ്പം തന്നെ അത് 9 lakh യുപോസ് പാർട്ട്ണറിലേക്കും എത്തും. ഇതാണ് നമ്മളുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്താ പറയാ പ്രോസ്പെക്ട്സ് എന്ന് പറയാവുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു പ്രൊസീജിയർ ആയിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ ഇവിടെ ഇത് ഓൾ ഓവർ ഇന്ത്യ സിനാരിയോ ആണെന്നുള്ളത്, ഇത് ഓൾ ഇന്ത്യ സിനാരിയോ ആണ് കേട്ടോ. കാരണം ഈ ഒരു സംഭവം ഇന്നത്തെ ഒരു പ്രസന്റേഷൻ കഴിയുന്നതോട് കൂടി തന്നെ കൂടുതൽ ആൾക്കാരിലേക്ക് വ്യക്തമായിട്ട് എത്തും. അപ്പൊ ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ആയിരിക്കുന്നത് അൺലിമിറ്റഡ് ആയിട്ടില്ല, അൺലിമിറ്റഡ് അല്ല എന്നുള്ളത് കൂടി ആലോചിക്കാം. കാരണം ഇത് ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ളത് കൂടി ആലോചിക്കാം. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടില് ഏകദേശം അത് ഒരു എന്താ പറയാ 45% മുന്നോട്ട് എത്തിക്കഴിഞ്ഞു 2 ആഴ്ച. അപ്പൊ ഇതാണ് നമ്മളുടെ പോകുന്ന ഒരു പോക്ക്. ഒപ്പം തന്നെ നമ്മളിവിടെ നോക്കുമ്പോ ഒരു ഏകദേശം ഇതിനകത്തൊരു യുപോസ് ഒരു 300 യൂസേഴ്സിനെ വെച്ച് നമ്മൾ എടുക്കുന്നു. പെർ മന്ത് അല്ലെങ്കിൽ അവര് ആ തരത്തിലൊരു 2,000 രൂപ ചെലവാക്കുന്നു. ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പിന്നീട് വരാം കേട്ടോ. അപ്പൊ ഏകദേശം അവരുണ്ടാക്കുന്ന ഗ്രോസ് മെർക്കൻഡൈൽസ് വാല്യൂ എന്ന് പറയുന്നത് 5.4 ലക്ഷം കോടിയാണ്. ഇത് ഇതിന്റെ ഒരു കണക്ക് മാത്രം, അതിലേക്ക് ഇപ്പൊ കൂടുതൽ ശ്രദ്ധ കൊടുക്കണ്ട, അതൊരു കണക്ക് മാത്രമാണ്. അപ്പൊ ഇവിടെ വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് എന്താ പറയാ പാർട്ട്ണർ ഇൻസെന്റീവ് പ്ലാൻ എന്താണെന്നാണ്. പാർട്ട്ണർക്ക് കിട്ടുന്ന ഇൻസെന്റീവ് പ്ലാൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മള് ഉദാഹരണമായിട്ട് നമ്മൾ പറയുമ്പോ ഒരു ചാനൽ പാർട്ട്ണർക്ക് കിട്ടുന്നത് പ്രൊഡക്റ്റ് ആൻഡ് സർവീസിൽ 10% ആണെങ്കിൽ ഒരു അസിസ്റ്റന്റ് ചാനൽ പാർട്ട്ണർക്ക് കിട്ടുന്നത് അവിടെ 10% ആണ്. വീണ്ടും അവിടെ വരുന്ന പാർട്ട്ണർക്ക് വരുന്നത് അവിടെ ഡിസ്ട്രിബ്യൂഷൻ 2 to 15% ഒരു പാർട്ട്ണർക്ക് കിട്ടുന്നിടത്ത് ഇതാണ് ഒരു പാർട്ട്ണർക്കും ACPക്കും ഒരു ചാനൽ പാർട്ട്ണർക്ക് കിട്ടാവുന്ന ഡിസ്ട്രിബ്യൂഷൻ. ഒപ്പം തന്നെ യുപോസ് മന്ത്ലി നമ്മൾ വരുന്ന ബെനിഫിറ്റ് പാർട്ട്ണർക്ക് കിട്ടുന്നത് 5% ആണെങ്കിൽ അസിസ്റ്റന്റ് ചാനൽ പാർട്ട്ണർക്ക് കിട്ടുന്ന 2.5%, ചാനൽ പാർട്ട്ണർക്ക് കിട്ടുന്നത് 1.5%, MCPക്ക് വരുന്നത് 0.5%.
അപ്പൊ അവിടുന്ന് നമ്മൾ അങ്ങോട്ടേക്ക് എന്താ പറയാ വെണ്ടർ കമ്മീഷൻ നോക്കുകയാണെങ്കിൽ ACPക്ക് കിട്ടുന്നത് 5.5%, ചാനൽ പാർട്ണർ കിട്ടുന്നത് 1%, MCP കിട്ടുന്നത് 0.25%. ഇതിന്റെ നിറ്റിഗിരിറ്റിയിലേക്ക് ഞാൻ കൂടുതൽ ചർച്ചയ്ക്ക് പോകുന്നില്ല കണക്കുകളായതിന്റെ പേരിൽ. കാരണം ഇതിന്റെ ഒരു പ്രത്യേകത, ഒരിക്കൽ നമുക്ക് വരുമാനം കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വരുമാനം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൂടെ നമ്മളൊന്ന് മനസ്സിലാക്കുക. ഒപ്പം ഇതിന്റെ ഡീറ്റെയിൽസ് globalgartner.com കാൽക്കുലേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതാണ്. ഇനി ഇവിടെ പാർട്ട്ണർ ചാനൽ ഗ്രോത്ത് പ്ലാൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുന്നത് ഹൈറാർക്കി ലെവലിൽ നമ്മൾ ചാനൽ പാർട്ട്ണർ ടു മാസ്റ്റർ ചാനൽ പാർട്ട്ണറിലേക്ക് ആണെങ്കിൽ നമുക്കൊരു 360 വെണ്ടേഴ്സും 540 യുപ്പോസും വരുമ്പോ നമ്മൾ ഒരു എന്താ പറയാ ഒരു വെണ്ടറെ സംബന്ധിച്ചിടത്തോളം 36 എന്താ പറയാ ACPയും അല്ലെങ്കിൽ അവിടെ 6 യുപ്പോസ് പെർ പാർട്ട്ണറും നമുക്ക് അവിടെ മതി. ACP നമ്മളെ CP ഇതിലേക്ക് നമ്മൾ ഹൈറാർക്കി ചാനലിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ വെണ്ടർ ലിസ്റ്റിൽ 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നതോടൊപ്പം നമ്മൾ മുന്നോട്ട് പോകാനുള്ള ഒരു ഗ്യാരണ്ടി പ്ലാൻ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്കൊരു ഗ്യാരണ്ടി ആയിട്ടുള്ള പാത്വേ ആണ് നമുക്ക് അവിടെ നൽകിയിട്ടുള്ളത്. അപ്പൊ ഇതില് നമ്മളപ്പോ ഇതിന്റെ വരികൾക്കിടയിലൂടെ വായിക്കേണ്ടത്, കൂടുതൽ ഗ്രോത്ത് നമുക്ക് ആവശ്യമാണെങ്കിൽ കൂടുതൽ നമ്മൾ എഫർട്ട് ഇടുക എന്നുള്ള സത്യം കൂടി അവിടെ വരുന്നു. ഒപ്പം തന്നെ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും ഇതിനനുസരിച്ച് അവിടെ ഏൺ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. അപ്പോ അവിടെ അദ്ദേഹത്തിന്റെ ന്യൂ ഏണിംഗിൽ നിന്ന് 10% വെച്ച് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അവിടെ പറയുന്ന ആ ഇൻസെന്റീവ്സിന്റെ. ഇനി ഒരു 5.4 ലക്ഷം ക്രോർ പെർ മന്ത് നമ്മൾ നേരത്തെ കണ്ടതാണെങ്കിൽ ഏകദേശം അവിടെ ക്യാഷ് ബാക്ക് കൊടുക്കുന്നത് 18,000 കോടിയാണ് പെർ മന്ത് കൊടുക്കുന്നത്. ഒപ്പം തന്നെ അവിടെ ഇൻസെന്റീവ് ആയിട്ട് 9,000 ക്രോർ ആണ് വരുന്നത്. ഈ 9,000 ക്രോർ അവിടെ വരുന്നതോട് കൂടി തന്നെ ഒരു സസ്റ്റൈനബിൾ ജോബിലേക്ക് നമ്മൾ അവിടെ എത്തുന്നു. കാരണം അവിടെ ഈ പുഷ് സെയിൽസോ അല്ലെങ്കിൽ ഈ പറയുന്ന മൊണോട്ടണസോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സോഷ്യൽ കമ്മിറ്റ്മെന്റോ ഇതൊന്നും മാറി നിൽക്കാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാർട്ട്ണർക്ക് അവിടെ സസ്റ്റൈനബിൾ ജോബിലേക്ക് നമ്മൾ കൊടുക്കുന്നു. ഈ സസ്റ്റൈനബിൾ ജോബ് ഒരു സെയിൽസ് എക്കോസിസ്റ്റത്തിലൂടെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കണ്ടിന്യൂസ് ആയി ഇൻകം കിട്ടാവുന്ന രൂപത്തിലാണ് ഇത് മുന്നോട്ടേക്ക് പോകുന്നത്. ഒപ്പം B2B നെഗോഷിയേഷൻ പവർ എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിക്കുക, ഒരു 10,000 ഗ്രോസറി വിൽക്കുന്ന ആൾക്കാര് നമ്മളുടെ പാർട്ട്ണർമാരായിട്ട് വെണ്ടർമാരായിട്ടുണ്ടെങ്കിൽ ഈ 10,000 പേര് ഒരാള് 100 കിലോ വെച്ചിട്ടാണ് ഒരു മാസം ഗോതമ്പ് പൊടി എടുക്കുന്നതെങ്കിൽ 10,000 പോട്ടെ, ഈ 1000 പേര് ആണ് അവിടെ B2Bയിൽ പോയിട്ട് അവിടെ നെഗോഷിയേറ്റ് ചെയ്യാൻ പോകും. ആ നെഗോഷിയേഷൻ പവർ ആണ് GG നമുക്ക് പിന്നീട് പ്രൊവൈഡ് ചെയ്യുന്നത് വെണ്ടേഴ്സിന് വേണ്ടി. അപ്പൊ ഒന്ന് ആലോചിക്കുക, നമുക്ക് ഒരു വെണ്ടറെ സംബന്ധിച്ചിടത്തോളം കിട്ടാൻ പോകുന്ന വലിയൊരു പവർ അല്ലെങ്കിൽ അവിടെ ഒരു സെയിൽസിൽ കിട്ടാൻ പോകുന്ന ബൂസ്റ്റിംഗ് എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കുക. ഒപ്പം തന്നെ അപ്പൊ അവിടെ ഈ വരുന്ന സെയിൽസ്മാന്റെ അടുത്തുള്ള മൊണോട്ടണസ് ജോബ് അവിടെ ഒഴിവാക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ സോഷ്യൽ സർക്കിൾസ് ലീവ് എടുക്കേണ്ട, സെയിൽസ് വേണ്ട, അൺസർട്ടനിറ്റി എന്ന് പറയുന്ന പദം കൂടി അവിടെ ഒഴിവാക്കി കിട്ടുന്നു. കാരണം ഇവിടെ ഞാനെന്ന് പറയുന്ന കൺസ്യൂമർ ഒരു സെയിൽസ് പേഴ്സന് വേണ്ടിയിട്ടല്ല സാധനങ്ങൾ മേടിക്കുന്നത്, മറിച്ച് ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് മേടിക്കുന്നത്. കൺസ്യൂമർ ഉള്ളിടത്തോളം കാലം ഈ ബിസിനസ് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ അടുത്ത സ്ലൈഡിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ഒരു യൂണിവേഴ്സൽ ആപ്പ്, ഇതാണ് നമ്മൾ വരുന്ന നമ്മുടെ വെബ്സൈറ്റ്. നമ്മളെ ഏറ്റവും വളരെ പവർഫുൾ ആയിട്ടുള്ള ആപ്പിലൂടെ നമുക്കിത് നമ്മൾ ഈ ഇതിലൂടെ നമ്മൾ ഒരിക്കൽ എൻട്രി ചെയ്താൽ കാണാം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ടോപ്പ് ഓൺലൈൻ ബ്രാൻഡ്സും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും. അതിന്റെ ഒരു ചിത്രം കൊടുത്തു മാത്രം ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെയാണ് അതിനകത്ത് വരുന്നത്. ആദ്യത്തെ ചാനൽ അതിലാണ് നമ്മുടെ ലോക്കൽ വെണ്ടേഴ്സിനെ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ അപ്പൊ നമ്മുടെ ടാർഗറ്റ് കസ്റ്റമർ ആരാണെന്ന് ചോദിച്ചാൽ അവിടെയാണല്ലോ അടുത്ത കസ്റ്റമറുടെ അടുത്തേക്ക് എത്തണം. എനിവൺ ഹു സ്പെൻഡ്സ് 10,000 per year. 10,000 per year. കാരണം ഒരു കൊല്ലം ഒരു 10,000 രൂപയെങ്കിലും മുടക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. ഒരു മാസമല്ല ഉദ്ദേശിക്കുന്നത്, ഒരു കൊല്ലം. കാരണം ഈ ഒരു ഫിഗർ വളരെ കുറവാണ്. 10,000 രൂപയിൽ കൂടുതലാണ് മിക്കവാറും നമ്മളുടെ ഒരു 65% ആൾക്കാരും മുടക്കുന്നത്. ഇവിടെയാണ് ഒരു 10,000 രൂപയെങ്കിലും ഒരു കൊല്ലത്തില്
അദ്ദേഹത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ ടാർഗറ്റ് കസ്റ്റമർ. അങ്ങനെ ആ മുടക്കുന്ന വ്യക്തിനെ നമുക്കാണ് എന്താ പറയാ യൂസർ പർച്ചേസ് വാല്യൂ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ UPV കണക്കാക്കുന്നതാണ് 10,000 രൂപ മുടക്കുമ്പോഴാണ് അവിടെ ഒരു UPV എന്നുള്ള പദത്തിലേക്ക് എത്തുന്നത്. അപ്പൊ അത് മനസ്സിലേക്ക് മറക്കാതിരിക്കുക. 10,000 നമ്മളുടെ മിനിമം അദ്ദേഹം ഒരു കൊല്ലത്തിൽ മുടക്കേണ്ടതായി. മുടക്കുക എന്ന് പറഞ്ഞാൽ മുടക്കല്ല, ഹീസ് പർച്ചേസിങ്. അദ്ദേഹത്തിന് വേണ്ടി, കൺസ്യൂമർക്ക് വേണ്ടി കൺസ്യൂമർ മുടക്കുന്ന ഏതൊരു കൺസ്യൂമറും നമ്മുടെ ടാർഗറ്റ് കസ്റ്റമറാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആലോചിച്ചാൽ അറിയാം, ഈ കാണുന്ന എല്ലാവരും തന്നെ നമ്മുടെ കസ്റ്റമർ, എല്ലാവരും തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് ആണ്. അപ്പൊ എന്താണ് ഇവിടെ വരുന്നത്? അപ്പൊ ഒരു യൂസറിനെ സംബന്ധിച്ചിടത്തോളം മൾട്ടി സെയിൽസ് പോയിന്റ്സ് ആണ്. ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ മൾട്ടി സെയിൽസ് പോയിന്റ്, ഗ്രോസറിയിൽ വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം വിൽക്കുന്ന പ്രോഡക്റ്റ് അല്ലാതെ തന്നെ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന സർവീസസ് വരുന്നു. അവിടുന്ന് മേടിക്കുന്ന റിവാർഡ്സ്, ഇപ്പൊ ബിഗ് ബസാറിൽ പോയിട്ട് നമ്മൾ സാധനം മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന GG കോയിൻസ് കിട്ടുന്ന ആ റിവാർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അലൻസോളിൽ ഷർട്ട് എടുക്കുമ്പോൾ നമുക്കത് ഡിസ്കൗണ്ടിലേക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള റിവാർഡ് സിസ്റ്റം എല്ലാവർക്കും കിട്ടുന്നു. ഒപ്പം തന്നെ ഈ കോംപ്ലിക്കേറ്റഡ് ആയുള്ള ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഇല്ലാതെ തന്നെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നു. ഒരു ഫോൺ കോളിലൂടെ വിളിച്ചു പറഞ്ഞാൽ കാര്യങ്ങൾ മുഴുവൻ നടത്തി കിട്ടുന്നു ഒരു യൂസർക്ക് വേണ്ടി. ഒപ്പം ഇവിടെ ഉണ്ടാവുന്ന ഒരു ട്രസ്റ്റ് ഫാക്ടറാണ്. കാരണം ഒരിക്കൽ എനിക്ക് ഞാനിരിക്കുന്ന സ്ഥലത്തേക്ക് കാര്യങ്ങൾ ചെയ്തു തന്നു കഴിഞ്ഞു കഴിയുമ്പോൾ ആ പറയുന്ന വ്യക്തിയിലേക്ക് വീണ്ടും ഒരു സർവീസിന് വേണ്ടി ഞാൻ ചെല്ലും എന്ന് പറയുന്ന ട്രസ്റ്റ് ഫാക്ടറാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരു ഓൾറെഡി ട്രസ്റ്റ് ഫാക്ടർ ഉണ്ടാക്കിയെടുത്തുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ ഈ പറയുന്ന യൂസർ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കാൻ വളരെ അധികം ഈസിയാണ്. ഇനി ഒപ്പം തന്നെ നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോവുകയാണെങ്കിൽ വരെ നമ്മൾ നോക്കുമ്പോൾ ഓൺലൈൻ ഉണ്ട്, ഓഫ്ലൈൻ മാർക്കറ്റും ഉണ്ട്. അപ്പോ ഇവിടെ മാൻഡേറ്ററി മന്ത്ലി എക്സ്പെൻസ് നമ്മൾ കണ്ടു. മാൻഡേറ്ററി ആണ്, പക്ഷെ ഒക്കേഷണൽ എക്സ്പെൻസ് ആണ്. ചിലപ്പോൾ ഒരു എന്താ പറയാ വർഷത്തിൽ ഒരിക്കൽ വരുന്നതായിരിക്കാം. ഒപ്പം തന്നെ ഒക്കേഷനിൽ വരുന്നതാണ് ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസ് വരുന്നത്. ഒപ്പം തന്നെയാണ് ഇതിനോടനുബന്ധിച്ചാണ് നമ്മൾ ഏണിംഗ് എക്സ്പെൻസസ് വരുന്നത്. നമുക്ക് നോക്കാം ഏൺ ചെയ്യാൻ വേണ്ടി നമ്മളുടെ എക്സ്പെൻസ്. ഇത്തരം 4 കാര്യങ്ങളിലൂടെ എല്ലാ കസ്റ്റമേഴ്സും കടന്നു പോകുന്നു. ഇതാണ് നമ്മുടെ മാർക്കറ്റ്. ഇവിടെ സാധാരണയുള്ളത്, ഞാൻ പോയി ബിഗ് ബസാറിൽ പോയി, കല്യാണിൽ പോയി, ഞാൻ സ്വർണ്ണം എടുത്തു, അല്ലെങ്കിൽ ഞാൻ അരി മേടിച്ചു, അല്ലെങ്കിൽ ഞാനൊരു വിമാനത്തിന്റെ ടിക്കറ്റ് എടുത്തു, പേ ആൻഡ് ഫോർഗെറ്റ്. ഞാൻ പിന്നെ എന്തിനാ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യം? അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാരണം എനിക്ക് സർവീസ് കിട്ടി, ആ സർവീസിന് ഞാൻ പൈസ കൊടുത്തു. ടിക്കറ്റ് എടുത്തു, അതിനകത്ത് 300 രൂപയായിരുന്നു സർവീസ് ചാർജ്, ഞാൻ സർവീസ് കൊടുത്തു, എനിക്ക് സർവീസ് കിട്ടി. പേ ആൻഡ് ഫോർഗെറ്റ്. ഇതാണ് നമ്മൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. എന്നാൽ ഇനി മുതൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഗ്ലോബൽ ഗാർണർ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ വരുമ്പോ ഈ പറയുന്ന 4 കാര്യങ്ങളും തന്നെ നടക്കുന്നു. പക്ഷെ അതോടൊപ്പം ഒരു കാര്യം കൂടി വരുന്നു. ഫോർഗെറ്റ് അല്ല അവിടെ വരുന്നത്, ഗെറ്റ് ബാക്ക്, ഗ്യാരണ്ടീഡ് ക്യാഷ് ബാക്ക് റിവാർഡ്സ്. ഇതാണ് പോസിറ്റീവ്. നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് ക്യാഷ് ബാക്ക് ആൻഡ് റിവാർഡ്സ് നമുക്ക് ലഭിക്കും. അപ്പൊ ഇവിടെ ഈ ഒരു പ്രത്യേകതയിൽ നിന്നാണ് നമ്മൾ അടുത്തൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് നമ്മൾ നോക്കേണ്ടത്. ഒരു ബയർ, ഒരു സെല്ലർ. ബയർ അവിടെ പൈസ കൊടുത്തു, സെല്ലർ അവിടെ എന്ത് ചെയ്തു? സപ്ലൈ കൊടുത്തു, പ്രോഡക്റ്റ് കൊടുത്തു, സർവീസ് കൊടുത്തു, സപ്ലൈ ചെയ്തു. GG ഗാർണർ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന മിഡിൽ മാൻ. സാധാരണ എല്ലാവരും മിഡിൽ മാൻ ഒഴിവാക്കുമ്പോൾ ഒരു മിഡിൽ മാൻ എന്ന് പറയുന്ന മട്ടില് GG നമ്മൾ എന്താ പറയാ ഗ്ലോബൽ ഗാർണർ അവിടെ വരുമ്പോ അവിടെ സംഭവിക്കുന്നത്, നമ്മൾക്ക് വേണ്ടി പ്രോഡക്റ്റ് സെർച്ച് ചെയ്യുന്ന, സർവീസ് സെർച്ച് ചെയ്യുന്നത് ഗ്ലോബൽ ഗാർണർ പ്ലാറ്റ്ഫോം ആണ്. അങ്ങനെ ആവശ്യമായ അദ്ദേഹത്തിന്റെ ഇൻകം കപ്പാസിറ്റിയിൽ ഒതുങ്ങുന്ന, അദ്ദേഹം വിചാരിച്ച രൂപത്തിലുള്ള പ്രോഡക്റ്റിലേക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടി ഗ്ലോബൽ ഗാർണർ പ്ലാറ്റ്ഫോം ഒരു കൺസ്യൂമറെ സഹായിക്കുന്നതോടുകൂടി തന്നെ അദ്ദേഹം തന്നെ എന്ത് ചെയ്യുന്നു? ഇത് വാങ്ങാൻ സഹായിക്കുന്നു. എന്ന് പറഞ്ഞാൽ കസ്റ്റമർക്ക് പ്രോഡക്റ്റോ സർവീസോ നമുക്ക് ഗ്ലോബൽ ഗാർണർ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ ലഭിക്കുന്നു. അപ്പോ അവിടെ ലഭിക്കുന്ന എന്താണ്? ഒപ്പം തന്നെ കിട്ടാനുള്ള കമ്മീഷനും മറ്റുള്ള കാര്യങ്ങളും അവിടെ കിട്ടും. ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ ആമസോണിൽ കയറി ബുക്ക് മേടിക്കുന്നു. നോർമലി ആമസോൺ ഈസ് ഓഫറിംഗ് മീ 15%. ഈ 15% എനിക്ക് കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ എന്തുണ്ടാവുന്നു? നമുക്ക് അഡീഷണൽ ആയിട്ട് ക്യാഷ് ബാക്ക് ഓഫർ കൂടെ ഇവിടെ ലഭിക്കും. അപ്പോ
ഈ ഒരു സംഭവമാണ് നമ്മൾ ഇവിടെ നിന്ന് ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. ഒരു ബയ്യർക്ക് ഇതുവരെ കിട്ടിയില്ലാത്ത രൂപത്തില് അദ്ദേഹത്തിന് ഒരു മണി ബാക്ക് ഓഫറും ക്യാഷ് ബാക്കും കിട്ടുന്ന രൂപത്തിലേക്ക് ഗ്ലോബൽ ഗാർണർ പ്ലാറ്റ്ഫോം ഇവിടെ അവതരിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു ശരാശരി ഇന്ത്യൻ ആണ്, എനിക്കത് എത്രയാണ് എന്നുള്ളത് വായിക്കാൻ പറ്റുന്നില്ല, എങ്കിലും മുകളിൽ എഴുതിയത് കൊണ്ട് വായിക്കാൻ പറ്റുന്നു. 15 ട്രില്യൺ റുപ്പീസ് ആണ് ഓരോരോ ഇന്ത്യൻസിന്റെ ടോട്ടൽ ആയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ 15 ലക്ഷം കോടിയാണ് നമ്മൾ ഗ്രോസ് ഡൊമസ്റ്റിക് സ്പെൻഡിങ്ങിലേക്ക് നമ്മൾ വരുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഒരു കൺസ്യൂമർക്ക് പവർ ഫ്രം ആൻഡ് ടു ദ കൺസ്യൂമർ, അങ്ങോട്ടും ഇങ്ങോട്ടേക്കുള്ള പവർ അദ്ദേഹത്തിന് കിട്ടാവുന്ന ഒരു എന്താണ് ഇവിടുത്തെ ഒരു കസ്റ്റമറെ സംബന്ധിച്ചോളം പവർ എന്ന് ചോദിച്ചാൽ നമ്മൾ നോക്കുന്നത് ഇതാണ്. എങ്ങനെയാണ് ക്യാഷ് ബാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ ആദ്യമേ കണ്ടു, ഒരു ഗുണങ്ങൾ കണ്ടു, പിന്നെ നമ്മൾ പാർട്ട്ണർ, ഒരു ഗ്ലോബൽ ഗാർണർ പ്ലാറ്റ്ഫോമിൽ ചാനൽ പാർട്ട്ണർ ആവുന്ന തൊട്ട് നമ്മൾ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു കസ്റ്റമറുടെ വ്യൂ പോയിന്റ്. എങ്ങനെയാണെന്ന് നോക്കിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ രജിസ്റ്റർ ഓൺ DG. ഇതിന് പ്രത്യേക ചടങ്ങുകളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ വളരെയധികം ഈസി ആയി നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് നമ്മളെ രജിസ്റ്റർ ചെയ്യാം ആസ് എ കൺട്രി. നമുക്ക് ആവശ്യമുള്ള സെലക്ട് ചെയ്ത പ്രൊഡക്റ്റ് സർവീസിന് സെലക്ട് ചെയ്യുന്നു. നമ്മൾ പ്രോഡക്റ്റ് മേടിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ബില്ല് അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നു, ആ സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യുന്നു കൺസ്യൂമർ. അങ്ങനെ ഒരു 10,000 രൂപയാവുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു UPV വരുന്നത്. ഇതിന്റെ അർത്ഥം ഒരൊറ്റ അടിക്കത് എന്നുള്ളതല്ല. ചിലപ്പോൾ ഇന്ന് 300 ആയിരിക്കാം, ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ 1000 ആയിരിക്കാം, 4 ദിവസം കഴിഞ്ഞിട്ട് 2000 ആയിരിക്കാം. ഈ 10,000 വരുമ്പോഴാണ് അതൊരു UPV ഒറ്റ പോയിന്റിലേക്ക് അവിടെ വരുന്നത്. ഇത് ഓഫ് കോഴ്സ് നമ്മൾ മേടിക്കുന്ന ബില്ല് അപ്ലോഡ് ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മൾ ഉപയോഗിച്ച വെണ്ടർ, ഈ വെണ്ടർ തീർച്ചയായിട്ടും ഈ ബില്ല് അത് അപ്രൂവ് ചെയ്യും. അതായത് ഞാനൊരു 5000 രൂപയുടെ സാധനം മേടിച്ചു എന്ന് പറഞ്ഞാൽ ഞാനൊരു ബില്ല് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മള് GG ഗ്ലോബൽ ഗാർണർ അവര് എന്ത് ചെയ്യുന്നു, ബാക്ക് ഓഫീസിൽ നിന്ന് ഇത് നേരെ അവരുടെ വെണ്ടറുമായിട്ട് അവർ നോക്കും. അപ്പൊ വെണ്ടറിന്റെ ബില്ലും കാര്യങ്ങളും വരുന്നു, അവർ അപ്രൂവ് ചെയ്യുന്നു, അതോടുകൂടി ഇത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ക്യാഷ് ബാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ക്യാഷ് ബാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടി ഒന്ന് GG കോയിൻസ് എന്ന് പറഞ്ഞാൽ 1000 രൂപയ്ക്ക് ഞാൻ പർച്ചേസ് ചെയ്തു, അത് ബില്ല് അപ്രൂവ് ചെയ്തു, ഉടനെ എന്റെ ഇതിലേക്ക് 100%, അതായത് 1000 രൂപയ്ക്ക് തത്തുല്യമായ GG കോയിൻസ് അപ്പൊ തന്നെ എന്റെ കയ്യിലേക്ക് കിട്ടും. അങ്ങനെ കിട്ടുന്ന കോയിൻസ്, കാരണം എനിക്ക് കിട്ടിക്കഴിഞ്ഞു ക്യാഷ് ബാക്ക്. 1000 ആണോ 10,000 ആണോ? സോറി സാർ, 100%. 1000 രൂപ നമ്മൾ എക്സാമ്പിൾ വെച്ച് 10,000 ആണെങ്കിൽ 10,000, 1000 ആണെങ്കിൽ 1000. താങ്ക് യു വെരി മച്ച്. ഞാൻ അതിനിടയിൽ 1000ത്തിലേക്ക് എക്സാമ്പിൾ കൊണ്ടു. അപ്പൊ 1000 ആണ് നമ്മൾ സ്പെൻഡ് 1000ത്തിന്റെ കിട്ടി, 10,000 ആണ് 10,000. അപ്പൊ അങ്ങനെ ഈ 100% GG കോയിൻസ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഈ റിവാർഡ് ഉപയോഗിച്ചിട്ട് 5% ബില്ല് എമൗണ്ട് കൊടുത്തിട്ട് വേറെ ആൾക്ക് എനിക്ക് റെഫർ ചെയ്യാൻ വേണമെങ്കിൽ, ഞാനെന്ന് പറയുന്ന കസ്റ്റമർ എനിക്ക് എന്റെ പരിചയക്കാരോട് പറയാം, നീ ഇങ്ങനെ വേറെ എവിടെയെങ്കിലും സാധനം മേടിക്കുന്നുണ്ടെങ്കിൽ, അപ്പൊ ഈ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ പോയി കഴിഞ്ഞാൽ GG കോയിൻസ് അക്സെപ്റ്റ് ചെയ്യുന്നവർ കാണാം. ക്രോമിൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അലൻസോളിൽ ഇങ്ങനെ തുടങ്ങി ബിഗ് ബസാറിൽ ഇങ്ങനെയൊക്കെ അവിടെ എന്താ പറയാ ഒരു സ്വർണത്തിന്റെ കോയിന്റെ ചിത്രം വരച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ GG കോയിൻസ് അവര് ഏകദേശം 5% വെച്ചിട്ട് ഒരു സാധനം മെർക്കൻഡൈൽ ചെയ്യുമ്പോൾ നമുക്കത് അവിടെ ഡിസ്കൗണ്ട് കിട്ടാം. അല്ലെങ്കിൽ നമുക്കത് കയ്യിലെടുത്ത് വെക്കാം. എന്തിനാന്ന് വെച്ചാൽ അതിന് വേറെ വീണ്ടും നമുക്ക് ക്യാഷ് ബാക്ക് ആകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ആദ്യമേ നടക്കുന്നത്. നമുക്ക് വേണ്ടി പർച്ചേസ് ചെയ്തു, നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു, ആ ബില്ല് അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ ഉടനെ തന്നെ GG കോയിൻ 100% നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു. ഒപ്പം തന്നെ ക്യാഷ് ബാക്ക് ആയിട്ട് നമുക്ക് GG മണി കയ്യിൽ കിട്ടാൻ. നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് ക്യാഷ് ബാക്കുകൾ കിട്ടുന്നത്. അതാണ് GG മണി. ഈ GG മണി എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ക്യാഷ് നമ്മുടെ ബാങ്കിലേക്ക് വരുന്നു. GG കോയിൻസ് പിന്നീട് റെഡീം ചെയ്യേണ്ടത്. ഈ 2 കാര്യങ്ങൾ മറക്കാതിരിക്കുക. അപ്പൊ അത് കമ്പനി ടു കമ്പനി നമ്മൾ അതിൽ മാറ്റം വരുന്നുണ്ട്. മറ്റൊന്നുമല്ല, നമ്മൾ എന്താ പറയാ BSW ബെസ്റ്റ് ഷോപ്പിംഗ് വെബ്സൈറ്റിൽ, ഇപ്പൊ ആമസോണിലൊക്കെ ആണെങ്കിൽ തന്നെ നമുക്കറിയാം 30 ദിവസം നമുക്ക് പർച്ചേസ് ചെയ്തതിന് ശേഷം നമുക്കത് ക്യാൻസൽ ചെയ്യാനുള്ളതുണ്ട്. അപ്പം ആ 30 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ 29ാമത്തെ ദിവസം ക്യാൻസൽ ചെയ്താലും നമുക്ക് നമ്മുടെ പൈസ കിട്ടും.
അപ്പോ അതിനു മുമ്പേ ഈ പറയുന്ന GG മണി നമുക്ക് തന്നു കഴിഞ്ഞാൽ കമ്പനിക്ക് അതുണ്ടാവുന്ന ഹ്യൂജ് നഷ്ടമുണ്ട്. അപ്പോ ചില കമ്പനികൾക്കും ബ്രാൻഡ്സിനും അനുസരിച്ച് അവിടെ GG മണി കിട്ടുന്നതിൽ അത് വ്യക്തമായിട്ട് നമ്മുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കാണാം. വെണ്ടറിന്റെ അപ്രൂവലും കാര്യങ്ങളും വെച്ചിട്ടാണ്. ബട്ട് ദാറ്റ് ഈസ് ഗ്യാരണ്ടീഡ്. ഒപ്പം ഏത് ബ്രാൻഡും നമുക്ക് GG കോയിൻസ് ഉപയോഗിക്കാം. നമുക്ക് 2% മുതൽ 100% വരെ ഗ്യാരണ്ടീഡ് ക്യാഷ് ബാക്ക് ആണ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. അപ്പോ ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് അവിടെ നമ്മളുടെ ഇതിലൊക്കെ വരുന്നത്. ഏതൊക്കെ ബ്രാൻഡിന്റെ ലിസ്റ്റ് കൊടുത്തു മാത്രം അതിന്റെ കൂടുതൽ ലിസ്റ്റ് ഇതിൽ കാണിക്കാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും നമ്മുടെ സൈറ്റിൽ പോയിട്ടൊന്ന് നോക്കിയാൽ കൊള്ളാം. നമ്മൾ അറിയപ്പെടുന്ന ബ്രാൻഡ്സും ഉണ്ട്, നമ്മൾ തൊട്ടപ്പുറത്തുള്ള ബ്രാൻഡ്സും ഉണ്ട്, നമ്മൾ ഒരുപക്ഷെ കാണാൻ ആഗ്രഹിക്കുന്ന ബ്രാൻഡ്സും ഇതിനകത്ത് വരുന്നത്. അപ്പോ 3 തരത്തിലുള്ള ഒരു ക്യാഷ് ബാക്ക് ഓപ്ഷൻ ആണ് ഒരാൾക്ക് കിട്ടാൻ പോകുന്നത്. ഒന്ന് സിസ്റ്റമാറ്റിക് ക്യാഷ് ബാക്ക്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അടുത്തത് റാൻഡം പിക് പ്രോസസ്, RPP എന്ന് പറയുന്നു. അടുത്തത് IC, ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക്. അപ്പൊ ഇത് ശ്രദ്ധിച്ചു കേൾക്കാം. നമ്മള് ഒരു യൂസർ, അതായത് ഞാൻ കൺസ്യൂമർ, ഞാൻ പർച്ചേസ് ചെയ്തു. പർച്ചേസ് ചെയ്ത് ഞാൻ ബിൽ അപ്ലോഡ് ചെയ്യുന്നു. ഈ സമയത്ത് ഈ 3-ൽ ഏതെങ്കിലും എനിക്ക് സെലക്ട് ചെയ്യാം. 3-ൽ ഏതെങ്കിലും സെലക്ട് ചെയ്യാം. ഒരു തവണ ഒരെണ്ണം സെലക്ട് ചെയ്തു എന്ന് കരുതി അടുത്ത തവണ വേറെ ഏതെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റും, അതിന്റെ ഇഷ്ടമാണ്. ഒരു തവണ ഞാൻ ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് സെലക്ട് ചെയ്തു, അടുത്ത തവണ ഞാൻ റാൻഡം പിക് പ്രോസസ് ആണ് സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്താ പറയാ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ഇത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോ ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്കിൽ ഉള്ള ഒരു സംഭവം, എനിക്ക് ഉടനെ തന്നെ 2 തൊട്ട് 10% ക്യാഷ് എന്റെ അക്കൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. അതോടുകൂടി ഫർഗെറ്റ് അബൌട്ട് ഇറ്റ്. ക്ലിയർ? ഇനി അതല്ല, എനിക്ക് വേണ്ടത് മറ്റൊരു തരത്തില്, എനിക്ക് എന്താ പറയാ, ഈ റാൻഡം പിക് പ്രോസസ് എന്ന് പറയുന്ന ഇതിലേക്ക് വരുമ്പോ, അപ്പൊ ഈ റാൻഡം പിക് പ്രോസസ്സിലേക്ക് വരുമ്പോ നമ്മൾ അവിടെ ഒരു UPV എത്തുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യുക. അതായത് നമ്മൾ 10,000 ഇതിന്റെ പർച്ചേസ് വരുമ്പോഴാണ് ഇത് വരിക. ഇതൊരു ലോട്ടറി മെത്തേഡിലൂടെയാണ് ചെയ്യുന്നത്. നമുക്ക് അവിടെ റാൻഡം ആയിട്ട് ആ മന്ത്ലി നടന്നിട്ടുള്ള അതിൽ നിന്ന് പിക്ക് ചെയ്യുന്നു, നമ്മളെ അറിയിക്കുന്നു. 2% മുതൽ 100% വരെ അതവിടെ വരും. ചിലര് ഭാഗ്യത്തിൽ വിശ്വസിക്കുക, മെക്കനൈസ് എന്താ കമ്പ്യൂട്ടർ മെത്തേഡിലൂടെയാണ് അത് ചെയ്യുന്നത്. എന്നാൽ മൂന്നാമത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100%ഉം നിങ്ങൾ മുടക്കിയ പൈസ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഗ്രോസറി മേടിച്ച പൈസ, ആ 10,000 രൂപയും കസ്റ്റമറിലേക്ക് തിരിച്ചു വരുന്ന ഒരു സംവിധാനമാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അപ്പോ ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ പറയുന്ന ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ഇത് വളരെ എന്താ പറയാ, ഒരുപക്ഷെ എന്താ പറയാ, ഇന്ത്യയിൽ ആദ്യമായിട്ട് വളരെ ഭംഗിയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം. 3 തലങ്ങളിലും 3 പ്ലാറ്റ്ഫോം ഒരുമിച്ച് കൊണ്ടുവന്നുള്ള ഒരു പ്രോസസ്സാണ് നമ്മുടെ ഇത്. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ചു നോക്കുക. ഒന്ന്, നമുക്ക് എന്താ പറയാ 10,000 GG കോയിൻസും ഒപ്പം തന്നെ 200 rupees വർത്തുള്ള മൂവി ടിക്കറ്റും ഒരു കസ്റ്റമറിന് കിട്ടുന്നു വെൻ ഹി ഈസ് സ്പെൻഡിങ് 10,000 rupees. വീണ്ടും 10,000 എന്ന് ഞാൻ വീണ്ടും പറയാൻ കാരണം ഒരു UPV, ഞാൻ ബോറടിപ്പിക്കുന്നില്ല എന്ന് കരുതുന്നു. ഒരു പറഞ്ഞു ഒരു UPV. അങ്ങനെ ഞാനത് എനിക്ക് വേണ്ടി പർച്ചേസ് ചെയ്യുമ്പോ ഒപ്പം ഞാൻ അറിയാതെ തന്നെ ഇന്ത്യയിൽ പല സൈഡത്തും പല ആൾക്കാരും പർച്ചേസ് ചെയ്യാം. അവരവരെ വീട്ടിലേക്ക് പർച്ചേസ്, ഞാൻ പർച്ചേസ് ചെയ്തു, ഞാൻ എന്റെ ബില്ലൊക്കെ അപ്ലോഡ് ചെയ്തു, കാര്യങ്ങളൊക്കെ ശരിയായി വരുമ്പോഴാണ് പഞ്ചാബിൽ നിന്ന് ഒരാള് ഒരു 10,000 രൂപയുടെ പർച്ചേസ് ചെയ്യുന്നത്. ഇതൊക്കെ തന്നെ നമ്മൾ അറിയാതെ നടക്കുന്ന ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. ഇത് കമ്പനി തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ 6 പേരോളം എനിക്ക് ശേഷം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ, 6 പേരോളം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പൊ ഏകദേശം അപ്പൊ എത്രയായിന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായി? 60,000 രൂപ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ 5% 500 രൂപ എന്റെ കയ്യിലേക്ക് ക്യാഷ് ആയിട്ട് എന്റെ അക്കൗണ്ടിലേക്ക് വരുന്നു. അടുത്തത് അവിടെ വീണ്ടും പർച്ചേസിങ് നടക്കുന്നുണ്ട്. ഇത് കമ്പ്യൂട്ടർ ഇതിലൂടെയാണ് അത് വരുന്നത്. 36 പേരാണ് അടുത്ത ഇതിൽ വരുന്നത്. അപ്പൊ അവിടെ വരുമ്പോ അവരുടെ 10% എന്ന് പറയുന്നത് 10,000 രൂപ എന്നിലേക്ക് വന്നു. അപ്പൊ ഓൾറെഡി ഇത് ചിലപ്പോ ഒരു ദിവസത്തിൽ സംഭവിക്കാം, അല്ലെങ്കിൽ ചിലപ്പോ 1 മാസം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോ 2 മാസം കൊണ്ടായിരിക്കാം. പക്ഷേ
നമ്മൾ പർച്ചേസ് ചെയ്ത ആ 10,000 രൂപയ്ക്ക് നമ്മൾക്ക് റിട്ടേൺ നമുക്ക് തീർച്ചയായും ചിലപ്പോൾ അത് കിട്ടുന്നു. നമ്മൾ ഹലോ ഓക്കെ, ഐ എം സോറി. അപ്പൊ ഇത് വ്യക്തമായിട്ട് കേൾക്കുക. ഇത് നമ്മളല്ല ചെയ്യുന്നതെന്ന് ആലോചിക്കുക. ഇതൊരു ഓപ്ഷൻ മാത്രമാണ്. ഇത് കമ്പ്യൂട്ടർ സിസ്റ്റമാണ് ജനറേറ്റ് ചെയ്യുന്നത്. അടുത്തത് എന്തായി? 216ഓളം UPV യൂസേഴ്സ്, അതായത് പറയുന്ന 10,000 രൂപ വെച്ച് അവർ മുടക്കുമ്പോ നമ്മളുടെ 85%, 10,000 രൂപയുടെ 85% എനിക്ക് തിരിച്ചു കിട്ടി. ആദ്യത്തേല് എന്റെ 10,000 രൂപയുടെ 5% 500 രൂപ എന്റെ ക്യാഷ് ബാക്കിൽ വന്നു. 36 എക്സ്ക്യൂസ് മീ, കൈൻഡ്ലി സ്വിച്ച് ഓഫ് ദ മൊബൈൽ പ്ലീസ്. 36 പേര് വന്നു കഴിയുമ്പോ എന്റെ 10,000 രൂപയുടെ 10% 1,000 രൂപ എനിക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് വന്നു. 216ഓളം പേര് അവിടെ പർച്ചേസ് ചെയ്ത് വരുമ്പോ എന്റെ 10,000 രൂപയുടെ 85% 8,500 രൂപ എന്നിലേക്ക് വന്നു. എന്ന് പറഞ്ഞാൽ ആ 10,000 രൂപ എനിക്ക് തിരിച്ചു കിട്ടി. ഇത് ഒരാഴ്ച കൊണ്ട് സംഭവിക്കാം, 2 ആഴ്ച കൊണ്ട് സംഭവിക്കാം, ചിലപ്പോൾ 1 മാസം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ 2 മാസം കൊണ്ടായിരിക്കാം. പക്ഷെ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. കൺസ്യൂമേഴ്സ് നമ്മൾ ഉണ്ടായാലും ഇല്ലെങ്കിലും പർച്ചേസ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്തത് 1296 GG കോയിൻസ് ആണ് പിന്നീട് എനിക്ക് കിട്ടുന്ന ആ ഒരു സർക്കിളിൽ വരുന്ന അടുത്തൊരു എഫക്റ്റ്. ഇത് കൂടാതെ തന്നെ എനിക്ക് 10,000 വർത്തുള്ള GG കോയിൻസ് എനിക്ക് ക്യാഷ് ആക്കി എനിക്ക് മാറ്റാം. എന്റെ കയ്യിലുള്ള അത് എനിക്ക് ക്യാഷ് ആക്കി മാറ്റാനുള്ള ഒരു സൗകര്യം കൂടി ഇവിടെ ഒരുക്കി തരും. അപ്പോ ഒന്ന്, ഈ മുടക്കിയ 10,000 രൂപ തിരിച്ചു കിട്ടുന്നത് കൂടാതെ തന്നെ വീണ്ടും ഒരു 10,000 രൂപ കൂടി കിട്ടാനുള്ള ഒരു സൗകര്യം എനിക്ക് ഉറപ്പാക്കി തന്നിരിക്കുന്നു. ഇവിടെ അത് കഴിഞ്ഞോടുകൂടി ഞാൻ അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തേക്ക് പോയി. എന്റെ ആ 10,000 രൂപയ്ക്ക് വർത്തായിട്ടുള്ള ആ പർച്ചേസിങ് കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് എനിക്ക് കിട്ടേണ്ടത് മുഴുവൻ കിട്ടിക്കഴിഞ്ഞു. ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തേക്ക് പോയി. ഇതാണ് സിസ്റ്റമാറ്റിക് ക്യാഷ് ബാക്ക്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആസ് എ കസ്റ്റമർ നമ്മുടെ കയ്യിലല്ല ഇതൊന്നും വരുന്നത്. ഇതൊക്കെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. അപ്പോ ഇതാണ് നമ്മൾ പറഞ്ഞ 3 ക്യാഷ് ബാക്ക് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ്. ഇവിടെയും കഴിയുന്നില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ മൊത്തം 20,000 രൂപയാണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത്. 20,000 രൂപ നമുക്ക് കിട്ടുകയാണ്. ഈ ഒരു ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് വന്നത് ഇതുവരെ. ഇനി അടുത്തത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കേൾക്കേണ്ടതും ഏറ്റവും ഇമ്പോർട്ടന്റുമായിട്ടുള്ള ഒരു ഇതിലേക്ക് വരികയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പോലെയാണ് ഈ പറയുന്ന കാര്യത്തിലേക്ക് വരേണ്ടത്. എന്ന് പറഞ്ഞാൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. അതാണ് മൈ സർക്കിൾ എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ഈ മൈ സൈക്കിൾ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ഒപ്പം തന്നെ ഞാൻ എൻ്റെ അമ്മാവനോട് പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ ബ്രദറിനോട് പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ അയൽവക്കക്കാരനോട് പറഞ്ഞു, എനിക്ക് അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, നമ്മുടെ വീട്ടിലേക്ക് മേടിക്കുന്ന സംഭവങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന പൈസ തിരിച്ച് അതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടുന്ന ഒരു സംഭവം ഞാൻ കണ്ടു, എനിക്ക് കിട്ടി. അല്ലെങ്കിൽ ഞാൻ അതിന്റെ ആദ്യത്തെ ഇത് കണ്ടു, നിങ്ങൾക്കും വേണമെങ്കിൽ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. എന്റെ ട്രസ്റ്റിൽ അവരതും അവർക്ക് വേണ്ടി അവരുടെ വീട്ടിലേക്ക് സാധനം മേടിച്ചു. അല്ലാതെ ഗ്രോസറി എന്റെ വീട്ടിലേക്കല്ല മേടിച്ചു. അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തു നിന്നാണ് അവർ മേടിച്ചത്. അല്ലെ പർട്ടിക്കുലർ കട ഞാൻ പറഞ്ഞു കൊടുത്തല്ല മേടിച്ചു. അങ്ങനെ വരുമ്പോ ആദ്യത്തെ ആള് വരുമ്പോ എനിക്ക് വരുന്നത് 75 രൂപയാണ്. രണ്ടാമത്തെ ആള് ഞാൻ പറഞ്ഞതിനനുസരിച്ച് അദ്ദേഹം പർച്ചേസ് ചെയ്തു, 75 രൂപ വീണ്ടും വന്നു. മൂന്നാമത്തെ യൂസർ, UPV എന്ന് പറയുമ്പോൾ യൂസർ എന്നുള്ള അർത്ഥത്തിൽ കേട്ടെ, യൂസർ പർച്ചേസ് വാല്യൂ 75 രൂപ വന്നു. പിന്നെ വീണ്ടും 75 വന്നു, വീണ്ടും 125 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150, 130, 300 ഏകദേശം 500 രൂപയോളം എന്റെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോ ഫസ്റ്റ് സർക്കിളിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് 500 രൂപയാണ്. ഞാനൊന്നും അവിടെ ചെയ്തിട്ടില്ല. നമ്മൾ ആലോചിക്കേണ്ടത് നേരത്തെ പറഞ്ഞ ക്യാഷ് ബാക്ക് സിസ്റ്റം ഒക്കെ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. ഇത് അടുത്തതാണ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. എല്ലാം ഇമ്പോർട്ടന്റ് തന്നെ, ഒന്നും കൂടെ ബിസിനസ് ഇമ്പോർട്ടൻസ്. അങ്ങനെ ഈ പറയുന്ന എന്റെ അയൽവക്കക്കാരനും അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് ഉണ്ട്.
അത് ചിലപ്പോൾ കിടക്കുന്നത് പഞ്ചാബിലായിരിക്കാം, കാശ്മീരിലായിരിക്കാം, ആസാമിലായിരിക്കാം, എവിടെയെങ്കിലും ആയിരിക്കാം. അദ്ദേഹം പറഞ്ഞു ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പോ അവരെന്ത് ചെയ്യുന്നു, അവിടുന്ന് അങ്ങോട്ടേക്ക് അടുത്തൊരു ഈ 6 പേരിൽ നിന്നും 6 സർക്കിൾ അവിടെ ഫോം ചെയ്യും. ഈ 6 സർക്കിളിൽ നിന്ന് 6 പേര് ഫോം ചെയ്തിട്ട് അവരും അവർക്ക് വേണ്ടി പർച്ചേസ് ചെയ്യുന്നു, ബില്ല് അപ്ഡേറ്റിംഗ് കാര്യങ്ങൾ കഴിയുന്നു. എനിക്ക് കിട്ടുന്നത് 10,000 രൂപയാണ്, 1000 രൂപയാണ്. വീണ്ടും ഈ പറയുന്ന ആ സെക്കൻഡ് സർക്കിളിലുള്ളവര്, അവരുടെ ആൾക്കാരും അവരുമായി ബന്ധപ്പെട്ടവര്, അവര് വീണ്ടും ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമല്ല 10,000 രൂപ കൊടുത്ത് സാധനം മേടിക്കുന്നത്. അടുത്ത മാസവും എനിക്ക് ഗ്രോസറി മേടിക്കണം, എന്റെ ഒപ്പം ഉണ്ടായിരുന്നവർക്ക് അടുത്ത തവണ ഗ്രോസറി മേടിക്കണം. അപ്പൊ ഇവിടെയാണ് ഒരു ഇന്റലിജന്റ് തിങ്കിങ് കൂടി വേണ്ടത്. അവിടെയാണ് ഞാൻ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കാനും കൂടുതൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ പറ്റി ആലോചിക്കാനും. അപ്പൊ ഇതിപ്പോ ആദ്യം നമുക്ക് കണക്കുകൾ പിടിക്കുക. അപ്പൊ അവിടെ സെക്കൻഡ് സർക്കിൾ വന്നു, എനിക്ക് 1000 രൂപ കിട്ടി. ഇത് വീണ്ടും അടുത്ത ഗ്രൂപ്പിലേക്ക് പോകുന്നു, അവിടെ 36 സർക്കിളാണ് വരുന്നത്. കാരണം 6 പേരിൽ നിന്ന് 6 വരുമ്പോൾ 36 സർക്കിൾ ഫോം ചെയ്തു. അവിടെ നിന്ന് കിട്ടുന്ന പൈസയാണ് 3500 വരുന്നത്. സോറി 3500. അത് ഫോർത്ത് സർക്കിളിലേക്ക് പോകുമ്പോ 5000 രൂപ കിട്ടുന്നു. ഒപ്പം തന്നെ ഇത് കൂടാതെ എനിക്ക് കിട്ടുന്നതാണ് GG കോയിൻസ് 10,000. ആ GG കോയിൻസ് 10,000 രൂപ അവിടെ നിൽക്കുന്നു. ഫിഫ്ത് സർക്കിളിലേക്ക് പോകുമ്പോ എന്നിലേക്ക് വരുന്നത് 18,000 ഒപ്പം തന്നെ 36,000 GG കോയിൻസ് ആണ് കയ്യിലേക്ക് വരുന്നത്. സിക്സ്ത് സർക്കിളിൽ വരുമ്പോ അവിടെ 7,776 സർക്കിൾസ് അവിടെ ഫോം ചെയ്യുന്നു. 50,000 ആണ് വരുന്നത്. 1,00,000 GG കോയിൻസ് എനിക്ക് വന്നു കഴിഞ്ഞു. പിന്നീട് സെവൻത് സർക്കിളിൽ എത്തുമ്പോ അത് 46,656 സർക്കിളിലേക്ക് എത്തുമ്പോ 1.5 lakhs ആണ് എനിക്ക് കിട്ടുന്ന വരുമാനം. ഞാൻ ചെയ്ത ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഞാൻ എന്റെ വീട്ടിലേക്ക് 10,000 രൂപ കൊടുത്ത് സാധനം മേടിച്ചു എന്ന് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഈ സെവൻത് സർക്കിളിൽ 3,00,000 GG കോയിൻസ് വന്നു. എട്ടാമത്തെ സർക്കിളിൽ എത്തുമ്പോ അവിടെ 6.72 ലക്ഷമാണ് എനിക്ക് ക്യാഷ് ആയിട്ട് എന്റെ ബാങ്കിലേക്ക് വരുന്നത്. ഒപ്പം തന്നെ 15 ലക്ഷം GG കോയിൻസ് എനിക്ക് കിട്ടുന്നു. ഫൈനലി 9ാമത്തെ സർക്കിളിൽ എത്തുമ്പോ എനിക്ക് 21 ലക്ഷമാണ് എനിക്ക് കിട്ടുന്നത് ക്യാഷായി. എന്റെ ലക്ഷം കൂടി 1 കോടി രൂപയാണ് എന്റെ കയ്യിലേക്ക് കിട്ടുവാനുള്ള ഒരു ഗ്യാരണ്ടി. ഇവിടെയാണ് ഒരു ബിസിനസ് വ്യൂ പോയിന്റിലൂടെ നമ്മൾ ചിന്തിക്കുന്നത്. കാരണം ഇത് നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും ഇത് മുന്നോട്ടേക്ക് പോകും. മറിച്ച് ബുദ്ധിപരമായി നമ്മൾ കുറച്ചുകൂടെയൊക്കെ എഫർട്ട് ഇട്ട് കഴിഞ്ഞാൽ, നമുക്ക് പലപ്പോഴും എഫർട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്പീഡിൽ നമുക്കിത് ചെയ്തെടുക്കാം. ഇത് ഓരോ മാസമായിട്ട് ഞാനിത് പറഞ്ഞു എന്ന് മാത്രം. ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് പോവുകയാണെങ്കിൽ 9 മാസം കൊണ്ട് ആദ്യത്തെ UPV ഹോൾഡർ ആയിട്ടുള്ള ഞാൻ 1 കോടി കിട്ടി മാറുന്നു. അടുത്തത് അടുത്ത ആൾക്ക് കിട്ടുന്ന ചാൻസ്. ഇങ്ങനെ ഇതെല്ലാവർക്കും ഏൺ ചെയ്യാനുള്ള ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആയിട്ടുള്ള ഏറ്റവും വലിയൊരു സംഭവമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മറക്കരുത്, മൈ സർക്കിൾ ചെറിയൊരു തുടക്കം ഞാൻ അറിയുന്ന 6 പേരിലൂടെ. പക്ഷെ 6 പേരിൽ നിന്ന് മറ്റുള്ളവര് അവരുടെ കൺസ്യൂമർ ബിഹേവിയർ പാറ്റേൺ വെച്ച് അവര് പർച്ചേസ് ചെയ്യുന്നു. അങ്ങനെ ഇത് ഈ പറയുന്ന 1 കോടി എന്ന് പറയുന്ന ഒരു ഫിഗറിലേക്ക് എത്തുന്നു. ഇവിടെ നിന്നാണ് നമ്മുടെ എന്താ പറയാ ഗ്ലോബൽ ഗാർണർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം അൺഎക്സ്പെൻഷ്യൽ ആയിട്ടുള്ള മണി പാറ്റേണിലേക്ക് മുന്നോട്ടേക്ക് പോകും. ഇത് ഇതിന്റെ ഒരു വശം മാത്രമേ ഉള്ളൂ. ചെറിയൊരു വശവുമാണെങ്കിൽ ഇതിനെപ്പറ്റി പറയാം. കൂടുതൽ കണക്കിലേക്ക് പോകുമ്പോൾ ഒരു പക്ഷെ തെറ്റിപ്പോകാം. മറക്കാതിരിക്കുക, ഇതിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ വെബ്സൈറ്റിലുണ്ട്. അപ്പോ ഓപ്പർച്യൂണിറ്റി ആസ് യുപോസ് പാർട്ട്നറിംഗ് സർക്കിൾ നമ്മൾ വരുമ്പോ ഇവിടെയാണ് നമ്മളുടെ യുപോസ് പാർട്ട്ണർ, മറന്നിട്ടില്ല എന്ന് കരുതുന്നു, നമ്മുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഈ പറയുന്ന കൺസ്യൂമേഴ്സ് നമ്മളിലൂടെയാണ് പർച്ചേസ് ചെയ്യപ്പെടുന്നതെങ്കിൽ, നമ്മളിലൂടെയാണ് യുപോസ് അവര് വാങ്ങുന്നതും അവരതുപയോഗിച്ചാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഈ എല്ലാ ബിസിനസ്സിലും ഈ പാർട്ട്ണർക്കും ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി വരുന്നു.
അപ്പോ ഇത് നമ്മളായിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ നമുക്ക് പാർട്ട്ണർ then he can use his 5 എന്താ പറയാ നമ്മുടെ യൂണിവേഴ്സൽ പർച്ചേസ് വാല്യൂസ് നമുക്കത് ഒരു 5 crores നമ്മുടെ ബിസിനസ് എത്തുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത് കുറച്ചുകൂടെ ഒരു കണക്കിലെ അടുത്തൊരു ലെവലിലേക്ക് പോവാണ്. ഇത്രമാത്രം മനസ്സിലാക്കുക. ഞാനത് കോംപ്ലിക്കേറ്റഡ് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ എന്ന് പറയുമ്പോൾ പാർട്ട്ണർ, ആസ് എ പാർട്ട്ണർ ഞാൻ ഗ്ലോബൽ ഗാർഡനറിന്റെ പാർട്ട്ണറാണ്. അത് ഞാൻ ഏത് പൊസിഷനിലും ആയിക്കോട്ടെ, MCP ആവാം, CP ആവാം, നമ്മൾ ഏത് പൊസിഷനിലും ആയിക്കോട്ടെ, ാണ് ഇത് തുടക്കം കുറിക്കുന്നതെങ്കിൽ ഒപ്പം തന്നെ അഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻകം കൂടി ഈ പാർട്ട്ണർക്ക് കിട്ടുകയാണ്. അപ്പൊ നമ്മളത് തുടക്കം കുറിക്കുന്നു. അതിനുള്ള സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പക്ഷെ ഈ കാലോചിതമായിട്ട് ഇത് നോക്കേണ്ടിയിരിക്കുന്നു. കാരണം ഓഫ് കോഴ്സ് നമ്മൾ ചെയ്യുന്ന ഏതൊരു സർവീസിനും നമുക്കത് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്. ആലോചിക്കാം, നമ്മൾ ഒരു 9 സർക്കിൾ ആവുമ്പോഴേക്കും 12,000 കോടി ബിസിനസിന്റെ വരുമ്പോ അതിന്റെ 1% റവന്യൂ എന്ന് പറയുമ്പോൾ തന്നെ 120 കോടിയിലേക്ക് എത്തുകയാണ്. അപ്പൊ ഈ തരത്തിലാണ് ബിസിനസ് എക്സ്പൊണൻഷ്യൽസ് മുന്നോട്ടേക്ക് വെക്കപ്പെടുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ സർക്കിളിൽ നമുക്ക് എന്ത് ഗുണം? MCP, CP അല്ലെങ്കിൽ നമ്മുടെ ഇതിലേക്ക് വരുമ്പോ ഇപ്പൊ ഈ ഒരു BOP നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ബിസിനസ് പാറ്റേൺസ് പലരുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പൊ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് നമ്മുടേതായ സർക്കിൾസ് ഫോം ചെയ്യുക. കാരണം ഈ പറയുന്ന കേരളത്തിൽ അത്രയധികം കൺസ്യൂമേഴ്സ് നമുക്കുണ്ട്. അപ്പൊ നമ്മുടേതായ ഒരു സർക്കിൾസ് ഫോം ചെയ്യാനുള്ളൊരു തോട്ട് നമ്മൾ മുന്നിലേക്ക് വെക്കുന്നു. അപ്പൊ അങ്ങനെ വെക്കുമ്പോ ഒരു ഏകദേശം 110 ടീം മെമ്പേഴ്സിൽ നിന്നൊക്കെ ആയിട്ട് 100 crores ഇതിലേക്ക് വരുമ്പോ നമുക്കുണ്ടാവുന്ന മന്ത്ലി ബെനിഫിറ്റ്സും മറ്റ് അതർ ബെനിഫിറ്റ്സും ഒക്കെ നമ്മളൊന്ന് എഴുതി തയ്യാറാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്താ പറയാ ശരാശരി കാൽക്കുലേഷന്റെ അപ്പുറത്തേക്ക് പോകുന്ന ഒരു മണി ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ എങ്ങനെ നമ്മൾ നമ്മുടെ ഇതൊരു TV എന്താ പറയാ ഏറ്റവും അവസാനം ഇത് എങ്ങനെയാണ് ഒരു UPV ജനറേറ്റ് ചെയ്യാന്നുള്ളതാണ്. കാരണം ഇതൊക്കെ ഈ ഫോട്ടോയിൽ കാണുന്നവരൊക്കെ തന്നെ നമ്മളുടെ എന്താ പറയാ പാർട്ട്നേഴ്സോ അല്ലെങ്കിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ചെറിയൊരു വീഡിയോ ആണ്, അത് ഞാൻ എടുക്കുന്നില്ല എന്ന് മാത്രം. നമുക്ക് UPV ജനറേറ്റ് ചെയ്ത അപ്പൊ തന്നെ നമ്മുടെ കയ്യിലേക്ക് 200 മൂവി ടിക്കറ്റ് വരുന്നു. പിന്നെ ഒപ്പം തന്നെ GG കോയിൻസ് നമ്മുടെ ഇതിലേക്ക് വരുന്നു. ഇതൊക്കെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. 10% ക്യാഷ് ബാക്ക് നമുക്ക് അവിടെ കിട്ടുന്നു യൂസർ റെഫറിലൂടെ. ഇത് അടുത്തൊരു മെത്തേഡാണ് എങ്ങനെ നമുക്ക് അടുത്തൊരു ബിസിനസ്സിലേക്ക് പോകാം. ഒരു യൂസറെ ഞാൻ റെഫറൽ ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് എനിക്ക് 10% ക്യാഷ് ബാക്ക് കിട്ടും. ഇത് അടുത്തൊരു മെത്തേഡാണ്. ഒപ്പം തന്നെ 200 രൂപയുടെ എന്താ പറയാ മൂവി ടിക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് പൈസ കിട്ടുന്നു. ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്കിത് മറ്റൊരാൾക്ക് ഒരു UP ജനറേറ്റ് ചെയ്യാൻ എന്റെ ഫ്രണ്ടിന് വേണ്ടി ഉപയോഗിക്കാം. ഒപ്പം തന്നെ എനിക്ക് ഒരു 50 രൂപയുടെ GG കോയിൻസും 10% ക്യാഷ് ബാക്കും എനിക്ക് ഒരു റെഫർ യൂസ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നു. ഇതൊരു ചിലപ്പോൾ മറ്റേ കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ ഇത് ചെറുതായിട്ട് തോന്നാം, പക്ഷെ കൂടുതൽ കൺസ്യൂമേഴ്സിലേക്ക് പോകുമ്പോൾ ഇത് വലിയൊരു എമൗണ്ടിലേക്കാണ് നമുക്ക് എത്തുന്നത്. ഇവിടെ അപ്പൊ ഒരു വെണ്ടറെ നമ്മൾ റെഫറൽ നോക്കുമ്പോൾ ഒരു വെണ്ടറെയാണ് നമ്മൾ റെഫറൽ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഒരു വെണ്ടർ നമ്മൾ റെഫറൽ ചെയ്യുമ്പോൾ ഈ വെണ്ടർ കൊടുക്കുന്ന കമ്മീഷന്റെ 2.75% ഈ നമ്മുടെ കയ്യിലേക്ക് കിട്ടുക. അത് കൂടുതൽ ഇതിലേക്ക് നമുക്ക് പോകുമ്പോൾ അറിയാം. ഒരു വെണ്ടർ നമ്മുടെ എന്താ പറയുക ഗ്ലോബൽ ഗാർഡനർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള കമ്മീഷൻസ് ഉണ്ട്. കാരണം ബിസിനസ് വോള്യൂം കൂടുമ്പോൾ അല്ലെങ്കിൽ വെളുത്തിനനുസരിച്ച്. അപ്പൊ അവിടെ നമുക്ക് 2.7% കമ്മീഷൻ നമുക്ക് റെഫർ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഉള്ളത്. ഇനി ഇവിടെ നമ്മുടെ യൂസേഴ്സിന്റെ ആ ഒരു ഇഷ്യൂസ് നമ്മൾ എലിമിനേറ്റ് ചെയ്തു. മൾട്ടി സെയിൽസ് പോയിന്റ്സ് എന്ന് പറയുന്ന നമുക്കൊരു പ്രശ്നമില്ല, നമ്മൾ ഓടി നടക്കേണ്ട കാര്യമില്ല. ഒരു ഫോൺ കോളിലൂടെ നടന്നു. ഈ റിവാർഡിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ക്യാഷ് ബാക്ക് കിട്ടാന്നുള്ളത് മനസ്സിലായി. ഇന്റർനെറ്റിന്റെ പ്രശ്നങ്ങൾ നമുക്ക് വരുന്നില്ല. പിന്നെ ടെസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്ന ഒരിക്കലും ഉണ്ടാക്കിയെടുത്തു. പിന്നെ നമ്മളത് അതിനെക്കുറിച്ച് മറക്കണ്ട. അപ്പൊ നേരത്തെ പറഞ്ഞ ആ പാറ്റേൺസിനെ ഇവിടെ എലിമിനേറ്റ് ചെയ്തു എന്നുള്ളത് കാണിക്കുന്നത് മാത്രം. യൂസർ ബെനിഫിറ്റിനെ പറ്റി നമുക്ക് പിന്നീട് നിങ്ങൾ വേണമെങ്കിലല്ല തീർച്ചയായും ഇതിനുശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും സൈറ്റ് ഒന്ന് ചെയ്യണം. അപ്പൊ തീർച്ചയായിട്ടും നമ്മളൊരു ചോദ്യമുണ്ട്. ഈ ഗ്ലോബൽ ഗാർഡനർ എന്ന് പറയുന്ന ചങ്ങാതി അല്ലെങ്കിൽ മിസ്റ്റർ വികാസ് റാവത്ത് തുടങ്ങിയ ഈ കമ്പനി ഈ കിട്ടുന്നത് മുഴുവൻ കൊടുക്കുകയാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പൈസ മുഴുവൻ ഉണ്ടാക്കുന്നത്? തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും നമ്മുടെ ഏറ്റവും വലിയൊരു സംഭവമാണല്ലോ, നമുക്ക് എത്ര കിട്ടി എന്നുള്ളതല്ലല്ലോ, മറ്റാൾക്ക് ഇത് എങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇത് വളരെ സുതാര്യമാണ്. സുതാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഒന്ന് നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്ന 2% തൊട്ട് 100% നമ്മൾ എങ്ങനെയാണ് വരുത്തുന്നത്? വളരെ സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാല് ആദ്യമേ ഒരാള് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പൊ അവിടെ നമ്മൾ കാൽക്കുലേഷൻ പറഞ്ഞു UP ലെവൽ 1 എന്ന് പറയും. അവിടെ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ലെവൽ റവന്യൂലേക്ക് വരുമ്പോൾ സെക്കൻഡ് ലെവല് തേർഡ് ഇങ്ങനെ പോകുന്നു. നമ്മൾ കണക്കെടുക്കുന്നു, ടോട്ടൽ ക്യാഷ് ബാക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുന്ന രൂപത്തിൽ വരുമ്പോൾ ഫസ്റ്റ് UPV അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് 500 രൂപയാണ്. ഈ 500 രൂപ ആണ് നമ്മൾ ക്യാഷ് ബാക്ക് ആയിട്ട് കൊടുക്കേണ്ടത്. ഇൻസ്റ്റന്റ് ആയിട്ട് കൊടുക്കേണ്ടത് 2%. ഇപ്പൊ ഈ ഉദാഹരണമായിട്ട് ഈ ബിഗ് ബ്രാൻഡ്സുകൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന കമ്മീഷൻ 2 മുതൽ 25% വരെ കൊടുക്കുന്ന ബ്രാൻഡിന്റെ പ്ലാറ്റ്ഫോംസ് നമുക്കുണ്ട്. ആ കിട്ടുന്ന കമ്മീഷനിൽ നിന്നാണ് അദ്ദേഹം നമുക്കുള്ള കമ്മീഷൻ ഓഫർ ചെയ്യുന്നത്. കമ്മീഷൻ അല്ല, ഈ പറയുന്ന ക്യാഷ് ബാക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നു. അപ്പൊ ആവറേജ് ഒരു 5% എടുത്താൽ, ഒരു ആവറേജ് ഒരു 5% എടുത്താൽ 10,000 രൂപ UPV അതായത് ചെയ്യുന്ന വ്യക്തി, പർച്ചേസ് ചെയ്യുന്ന വ്യക്തിക്ക് ഒരു 500 രൂപയെങ്കിലും നമുക്ക് കൊടുത്തേ തീരും. അതാണ് ആദ്യത്തെ 500 രൂപ പറയുന്നത്. അപ്പൊ ഈ 500 രൂപ നമ്മൾ കാണുന്നത്, നമ്മൾ ആലോചിക്കേണ്ടത് അടുത്ത ലെവൽ 6ലേക്ക് നമ്മൾ വരുമ്പോ നമ്മൾ ഏകദേശം 6 പേരോളം അവിടെ വന്നു കഴിയും. നമ്മൾ ആ ആദ്യത്തെ പോയിന്റ് കേട്ടോ, ആ 6 പേരോളം വന്നു കഴിയുമ്പോ 3000 രൂപയാണ് അവിടെ നമ്മൾ വരുന്നതെങ്കിൽ 500 രൂപ വെച്ചിട്ട് ഒരാൾക്ക് കൂടി അവിടെ കൊടുക്കണം. ഇത് നിങ്ങളുടെ ഇതിലേക്ക് പറയുന്നത് മാത്രം, ഇത് നമ്മളായിട്ട് യാതൊരു ബന്ധവുമില്ല. കാൽക്കുലേഷൻസിൽ ഇതൊക്കെ ബാക്ക് ഓഫീസ് ഓപ്പറേഷൻ നടക്കുന്ന, എങ്ങനെ അദ്ദേഹത്തിന് പൈസ കിട്ടുന്നു എന്നുള്ള അതും അത് അദ്ദേഹം എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു 3000 രൂപ കിട്ടുമ്പോൾ മാത്രമാണ് അദ്ദേഹം 2,500 കൊടുക്കുന്നത്. ഓക്കെ, പിന്നീട് അടുത്ത ലെവലിലേക്ക് പോകുമ്പോ 18,000 രൂപ കിട്ടുമ്പോഴാണ് 1000 വെച്ചക്കും 500 രൂപ വെച്ച് 6 പേർക്കും കൊടുക്കുന്നത്. അപ്പൊ അവിടെ 4,000 രൂപ കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ മൂന്നാമത്തെ ലെവൽ എത്തുമ്പോ 1,80,000 രൂപ വരും അദ്ദേഹത്തിന് പറഞ്ഞ കമ്മീഷനായിട്ട് കിട്ടുന്നിടത്താണ് ഒരാൾക്ക് 8,000, ഒപ്പം തന്നെ 1000 പേർക്ക് 6 വെച്ച് കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ നാലാമത്തെ ലെവൽ എത്തുമ്പോഴാണ് 6,48,000 രൂപ വരുന്നു. അതിൽ നിന്ന് 10,000 വെച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരാൾക്ക് 100% തിരിച്ചു കൊടുക്കുന്നത്, GG കോയിൻ കൺവേർഷൻ കൊടുക്കുന്നത്. ഈ സമയത്ത് 6 പേർക്ക് 8,500 വെച്ച് കൊടുത്താൽ എന്ന് പറഞ്ഞ ചുരുക്കത്തില് കണക്ക് പറയുകയാണെങ്കിൽ 7,77,500 വരുമ്പോ അതിൽ നിന്ന് 5,53,000 രൂപ മാത്രമേ പേ ഔട്ട് ആയിട്ട് വരുന്നുള്ളൂ. പിന്നീട് ഇത് പരിശോധിച്ച് കണക്ക് കൂട്ടി നോക്കാം. ഇത് അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ഓപ്പൺ മൈൻഡഡിന്റെ ഭാഗവും മറ്റൊന്നും ഒളിപ്പിക്കുന്നില്ല. കാരണം ദിസ് ഇസ് എ വെരി ക്ലിയർ കട്ട് എക്സ്പ്ലനേഷൻ അബൌട്ട് ഹൗ ഹി ഈസ് ഏബിൾ ടു ഗിവ് ബാക്ക് മണി ടു ദ യൂസേഴ്സ്. ഒന്നുകൂടി ഇതിന്റെ വലിയൊരു പിക്ചറിലേക്ക് പോകുമ്പോ നമ്മൾ കണ്ടല്ലോ, ഈ സർക്കിളിലേക്ക് വരുമ്പോ ഓരോ തവണയും ഈ പേ ഔട്ട് കൊടുക്കുമ്പോ മൊത്തത്തില് 600 കോടിയിൽ നിന്നാണ് 425 കോടി കൊടുക്കേണ്ടത്. ബാക്കിയുള്ളത് റവന്യൂ ആണ്. 600 കോടിയിൽ നിന്ന് 425 കോടി കൊടുത്താൽ മതി. അപ്പോ വോള്യത്തിൽ കൂടുമ്പോഴാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ബിസിനസ് വോള്യം വരുന്നതും ബെനിഫിറ്റ്സ് കൂടുന്നതും. ഇനി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയണമെങ്കിൽ MCP മാനുവൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ സൈറ്റിൽ ഒന്ന് നോക്കാം. ഇതിനുശേഷം ഞാൻ സന്തോഷ് ഭായിയോട് പറയാം ഇത് അയച്ചു തരാൻ. യൂപോസ് ബ്രോഷറിനെ കുറിച്ചാണെങ്കിൽ ഈ കാര്യങ്ങളുണ്ട്. GG ഇൻവെസ്റ്റ്മെന്റ് ഡോക്യുമെന്റ്സിനെ പറ്റിയിട്ട് ഇതിലുണ്ട്. മനസ്സിലാവുന്ന ഭാഷയിൽ ലളിതമായിട്ട് തന്നെ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെ ഒരു BOP ഇതിനൊക്കെ അറ്റൻഡ് ചെയ്യണം, എന്തൊക്കെയാണ് കാര്യങ്ങൾ, അത് വേറെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങൾ. ഇത്ര നേരം കൊണ്ട് പറഞ്ഞു തീർത്തത് നമ്മൾ വലിയൊരു ബിസിനസ് പ്ലാറ്റ്ഫോമില് മുമ്പിലാണ് നിൽക്കുന്നത്. 21,000 എന്റർപ്രണേഴ്സിനെ
36 ലക്ഷം ഡിജിറ്റലി എംപവേർഡ് വെണ്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന, 72 ലക്ഷം സസ്റ്റൈനബിൾ ജോബ് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോം. അത് പ്രൗഡ്ലി വി ക്യാൻ സേ ദാറ്റ് വൺ ഇറ്റ് ഇസ് മെയ്ഡ് ഇൻ ഇന്ത്യ. പ്രോസസ് മുഴുവൻ പറ്റൻസി എടുത്തിട്ടുള്ള ഈ ഒരു ബിസിനസ് പ്രസന്റേഷൻ ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷനിലേക്കാണ് നിങ്ങളെ മിസ്റ്റർ സന്തോഷ് ക്ഷണിച്ചതും അതിന്റെ ഭാഗമാവാൻ എനിക്കൊരു ഭാഗ്യം കിട്ടിയത്. ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു. സോ താങ്ക് യു വെരി മച്ച് ഫോർ ആക്റ്റീവ്ലി ലിസണിങ് മീ. സന്തോഷ് ഭായ്, ഓവർ ടു യു.